السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. أولئك الذين هدى الله فبهداه مقتده قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين. ബഹുമാന്യരായ കേരള നദുവത്തുൽ മുജാഹിദീന്റെ സാരഥികളെ, മഹത്തായി സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും അള്ളാഹുവിന്റെ ദീൻ പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കേരള നദുവത്തുൽ മുജാഹിദീന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന മണ്ഡലം സമ്മേളനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു സംഗമത്തിലാണ് നാം ഓരോരുത്തരും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നവോത്ഥാനത്തിന്റെ ചരിത്രമാണ് മഹത്തായി പ്രസ്ഥാനത്തിന് സമൂഹത്തോട് സംസാരിക്കാനുള്ളത്. നവോത്ഥാനം എന്ന് മലയാളത്തിൽ നാം പ്രയോഗിക്കുന്ന പ്രയോഗം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇസ്ലാഹാണ്. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ഇന്നലകളിൽ നിർവഹിച്ചു പോന്ന ഏറ്റവും സുന്ദരമായ ദൗത്യമായിരുന്നു ഇസ്ലാഹ്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്തിനു വേണ്ടിയാണോ പടക്കപ്പെട്ടത് ആ ഉദ്ദേശ്യം നിർവഹിച്ചുകൊണ്ട് ഐഹിക ലോകത്ത് ജീവിക്കുക എന്നത് വിസ്മരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലും കാലഘട്ടത്തിലും
മനുഷ്യജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങളെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യത്തെയാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളോ ഗവേഷണങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു സംസ്കാരമായി സ്വയം രൂപപ്പെടുന്ന കാര്യങ്ങളോ അല്ല പ്രവാചകന്മാരുടെ പ്രബോധന വിഷയം. നേരെമറിച്ച് പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇഹലോകത്തേക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യരിൽ നിന്ന് വാങ്ങിയെടുത്ത ഒരു കരാറിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ദൗത്യം അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയെടുത്ത കരാർ എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടുമ്പോഴാണ് പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ പ്രാധാന്യമെന്ത് എന്നുള്ളത് മനസ്സിലാവുക. അഥവാ മനുഷ്യവാസം ഭൗതിക ലോകത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ആദം സന്തതികൾ മുഴുവനും ആലമുൽ അർവാഹിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ചു കൂട്ടിയ സംഭവം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിന്റെ 172 മുതലുള്ള ആയത്തുകളിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതിന്റെ വിശദീകരണത്തിൽ അത് ദുൽഹിജ്ജ മാസത്തിലെ 9-നാണ് എന്നത് രേഖപ്പെടുത്തിയതും കാണാൻ സാധിക്കും. മനുഷ്യജീവിതത്തിന്റെ കാലഗണനയുമായി ബന്ധപ്പെടുത്തപ്പെടുമ്പോ ദുൽഹിജ്ജ മാസത്തിലെ 9-ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ജനിച്ചവരും ജനിക്കാനിരിക്കുന്നവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സർവ്വ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരിൽ നിന്നൊരു കരാർ വാങ്ങിയതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنْفُسِهِمْ أَلَسْتُ بِرَبِّكُمْ. ആദമിന്റെ മക്കളെ മുഴുവനും അവരുടെ മുതുകിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആദം സന്തതികളോട് മുഴുവനും റബ്ബ് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ തന്നെയല്ലയോ നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ ഇലാഹ്? റബ്ബുൽ ആലമീനായ അല്ലാഹു മനുഷ്യനെ പടക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യരോട് അവരുടെ ആത്മാക്കളോട് ചോദിച്ച ചോദ്യമാണ് അലസ്തു ബി റബ്ബിക്കും, ഞാൻ തന്നെയല്ലയോ നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ ഇലാഹ്? ആ ലോകത്ത് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായില്ല മനുഷ്യർക്കിടയിൽ. ഇന്ന് മുസ്ലിമായും അമുസ്ലിങ്ങളായും വ്യത്യസ്ത മതക്കാരായും വ്യത്യസ്ത പാർട്ടിക്കാരായും ഒക്കെ ജീവിക്കുന്ന സർവ്വ മനുഷ്യരും ഒരുത്തരമേ അവിടെ നൽകിയുള്ളൂ. തീർച്ചയായും അല്ലാഹുവേ, നീ മാത്രമാണ് റബ്ബ്, നീ മാത്രമാണ് ഇലാഹ്. ഞങ്ങളുടെ സർവ്വ ആരാധനകളും അർഹിക്കുന്നവൻ, ഞങ്ങളെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായവൻ നീ മാത്രമാണ്, ഞങ്ങളതിന് സാക്ഷികളായിരിക്കും എന്ന് ലോകത്ത് ഇതുവരെയുമുള്ള മനുഷ്യരും ഇനി ജീവിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരുപോലെ സമ്മതിക്കുകയാണ്. ഈ സംഭവം ദുൽഹിജ്ജ മാസത്തിലാണ് എന്നാണ് ഐഹിക ലോകത്തിന്റെ കാലഗണനയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിക്കപ്പെട്ടു. ഇതുപോലൊരു മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്ന്. അവ മുൻകൂറായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വാഗ്ദാനം ചെയ്തു മനുഷ്യർ മുഴുവനും ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടാണ് ഐഹിക ലോകത്തേക്ക് നമ്മളെല്ലാവരും ജീവിക്കാൻ വന്നത്. സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഒരു മുൻകൂറായി ഇത്തരം ഒരു കരാർ അല്ലാഹു വാങ്ങിവെച്ചത്? അതിന്റെ ന്യായം എന്താണ്? അതിന്റെ ഹിക്മത്ത് എന്താണ്? തുടർന്നുകൊണ്ട് റബ്ബ് വിശദീകരിക്കുന്നുണ്ട്. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബൽ വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം
അഫനുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. രണ്ട് ന്യായമാണ് അല്ലാഹു പറഞ്ഞത്. ഇത്തരം ഒരു കരാറ് വാങ്ങിവെക്കാൻ രണ്ടു കാര്യമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് ആഖിറത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന നാളിൽ, വിചാരണ നടക്കുന്ന വേളയിൽ, അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞേക്കും, ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അല്ലാഹുവേ, ഞങ്ങളാരും അറബി കോളേജിൽ പോയിട്ടില്ല, ഞങ്ങളാരും പള്ളി ദറസിൽ ഓതാൻ പോയിട്ടില്ല, ഞങ്ങൾക്ക് ഈ വിവരമില്ലായിരുന്നു, ഈ തൗഹീദ് ഞങ്ങൾക്കറിയുമായിരുന്നില്ല, ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധമുണ്ടായിരുന്നില്ലെന്ന് നാളെ ആഖിറത്തിൽ വന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അപ്പൊ അഡ്വാൻസായി ഈ വിവരം അല്ലാഹു എല്ലാവർക്കും കൊടുത്ത ഒരു ഇൽമാണ്, അറിവാണ്. ഓരോ മനുഷ്യന്റെയും ഫിത്രത്തിൽ ഊട്ടപ്പെട്ട സംഗതിയാണത്. തൗഹീദ് എന്നുള്ളത് അറിയാത്ത ഒരാളും ലോകത്തില്ല, അത് ഉള്ളിലില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല. അതുകൊണ്ടാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ശുദ്ധമായ ഫിത്രത്തിലാണ്, ശുദ്ധമായ പ്രകൃതിയിലാണ് പിറന്നു വീഴുന്നത്. അവിടെ ജാതി മതവർഗ വിവേചനത്തിന്റെ ഒരു പക്ഷപാതിത്വവുമില്ലാതെ ശുദ്ധമായ പ്രകൃതിയിലാണ് ഐഹിക ലോകത്തേക്ക് ഒരു കുട്ടി പിറന്നു വീഴുന്നത്. അവന്റെ ഉള്ളിൽ കൃത്യമായ ഐഹിക ലോകത്തിന്റെയും പാരത്രിക ലോകത്തിന്റെയും ഈ ബ്രഹ്മാണ്ടങ്ങളുടെയും ഒക്കെ സത്യമായ തൗഹീദിന്റെ കാമ്പുമായിട്ടാണ് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഊട്ടപ്പെട്ട അറിവാണത്. അതുകൊണ്ടാണ് ദൈവവിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എന്നുള്ളത് ലോകത്ത് ആരെയും പഠിപ്പിക്കണ്ട, എല്ലാവർക്കും അറിയാം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ. അത് ആധുനികനും പൗരാണികനും പാശ്ചാത്യനും പൗരസ്ത്യനും കിഴക്കനും പടിഞ്ഞാറനും അതുപോലെ മലമുകളിൽ താമസിക്കുന്ന ആദിവാസിക്കും നഗരവാസിക്കും പട്ടണവാസിക്കും എല്ലാവർക്കും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള, റബ്ബിനെ കുറിച്ചുള്ള, പടച്ചവനെ കുറിച്ചുള്ള ബോധം അവന്റെ ഉള്ളിൽ ഊട്ടപ്പെട്ടതാണ്. അത് പ്രത്യേകമായി മദ്രസയിൽ പോയി പഠിക്കേണ്ട ആ ആവശ്യമില്ലാതെ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ രൂപപ്പെട്ട സത്യമാണത്. അതുകൊണ്ട് ആഖിറത്തിൽ വന്നിട്ട് ഒരാളും പറയരുത്, എന്ത്, ഞങ്ങൾക്ക് ഈ വിഷയം അറിയുമായിരുന്നില്ല, ഞങ്ങൾ ഓതിപ്പഠിച്ചവരല്ല, ഞങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയവരല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഇതൊന്നും അറിയാതെ ജീവിച്ചവരാണ്, ഇതൊന്നും അറിയാത്തവരാണ് എന്ന് നാളെ ആഖിറത്തിൽ വന്ന് പറയാതിരിക്കാൻ അഡ്വാൻസായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം പഠിപ്പിച്ചിട്ടാണ് വിട്ടത്. അപ്പൊ ഒരു കാര്യം, ആദ്യം തന്നെ ഈ കരാർ വാങ്ങാനുള്ള ഒരു കാര്യമാണ് അവിടെ അള്ളാഹു പറഞ്ഞത്. രണ്ടാമത്, നാളെ ആഖിറത്തിൽ വന്ന് മറ്റൊരു ന്യായവും നിങ്ങൾ പറഞ്ഞേക്കാം. അതെന്താ? ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ലു വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം അഫനുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. രണ്ടാമത് പറയാൻ പറ്റുന്ന ഒരു ന്യായമുണ്ട്. നമ്മൾ എല്ലാവരും പറയുന്ന ഒരു ന്യായം, എന്റെ വാപ്പ എങ്ങനെയായി പോയി, എന്റെ കാരണവർ ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ കുടുംബം പരമ്പരാഗതമായി സ്വീകരിച്ചു വന്ന വിശ്വാസം ഇതായി, ഞങ്ങളുടെ ഗോത്ര വിശ്വാസം ഇങ്ങനെയാണ്, അങ്ങനെ ഞങ്ങൾ തലമുറ തലമുറ കൈമാറി കിട്ടിയ ആദർശത്തിലും വിശ്വാസത്തിലും അങ്ങനെ ഞങ്ങൾ ജീവിച്ച് കുഫറിലായി ജീവിച്ച് മരിച്ചു പോകുന്നതാണ്. അതല്ല അള്ളാഹുവേ, ഞങ്ങളൊരു തെറ്റും ചെയ്തവരല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വല്ലുപ്പയാണ്, ഞങ്ങളുടെ കാരണവന്മാരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പേ അസന്മാർഗിക മാർഗത്തിൽ ജീവിച്ചു പോയ ആളുകൾ ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് ആഖിറത്തിൽ വന്നിട്ട് ഒരാളും പറയാൻ പാടില്ല. അള്ളാഹു ഓരോരുത്തർക്കും വേറെ വേറെ ബുദ്ധി കൊടുത്തു. അല്ല വല്യാപ്പക്ക് ഒരു ബുദ്ധി കൊടുത്തിട്ട് ഈ ബുദ്ധി കൊണ്ട് ചെറുമക്കൾ ജീവിച്ചോന്നല്ല അള്ളാഹു പറഞ്ഞത്. വല്യാപ്പാന്റെ ബുദ്ധി കൊണ്ടല്ലോ ചെറുമക്കളൊക്കെ ജീവിച്ചു പോരുന്നത്. അള്ളാഹു എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടല്ലേ ബുദ്ധി കൊടുത്തതും ചിന്തിക്കുവാനും പഠിക്കുവാനുമുള്ള സാഹചര്യം കൊടുത്തതും. അതുകൊണ്ട് തന്നെ രണ്ടാമത് നിങ്ങൾ പറയാനുള്ള ന്യായം, എന്റെ വല്ലുപ്പയും എന്റെ കാരണവന്മാരും ഒക്കെ ഇങ്ങനെയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ കാരണവന്മാർ ചെയ്ത തെറ്റിന്, മുന്നേ കഴിഞ്ഞു പോയവർ ചെയ്ത തെറ്റിന് ഞങ്ങളത് ശിക്ഷിക്കുകയാണോ എന്ന് ആഖിറത്തിൽ വന്നൊരാൾ പറയാൻ പാടില്ല. അതുകൊണ്ട് ഓരോരുത്തരെയും വിളിച്ച് അള്ളാഹു ഈ കരാർ വാങ്ങി എന്നാണ് സൂറത്തുൽ അറാഫിൽ 172 സൂക്തത്തിൽ പ്രഖ്യാപിച്ചത്. ഈ കരാർ നടന്നത് ദുൽഹിജ്ജ മാസത്തിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു വലിയ കരാറുമായിക്കൊണ്ടാണ് ഐഹിക ലോകത്തേക്ക് നമ്മൾ ജീവിക്കുവാൻ വന്നത്. ഐഹിക ലോകത്ത് നമുക്ക് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി ഒന്ന് മാത്രമാണ്, വേറൊന്നുമില്ല. ബാക്കിയൊക്കെ റബ്ബ് ഏറ്റതാണ്. നമ്മുടെ അന്നം അള്ളാഹു ഏറ്റെടുത്തതാണ്.
നമ്മുടെ വെള്ളം അള്ളാഹു ഏറ്റെടുത്തതാണ്. നമ്മുടെ വായു അള്ളാഹു ഏറ്റെടുത്തതാണ്. നമ്മുടെ ജീവൻ അള്ളാഹു ഏറ്റെടുത്തതാണ്. നമ്മുടെ സെല്ലുകളും സെല്ലോപ സെല്ലുകളും നാഡികളും നരമ്പുകളും മസ്തിഷ്കവും കരളും കിഡ്നിയും അതുപോലെ തന്നെ നാഡീനരമ്പുകളും നമുക്ക് ആവശ്യമായതെല്ലാം അള്ളാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇട്ട് നമ്മെ വളർത്തി എല്ലാം പൂർണ്ണമാക്കി സെറ്റായ രൂപത്തിലാണ് ഐഹിക ലോകത്തേക്ക് അള്ളാഹു നമ്മെ ജീവിക്കുവാൻ പറഞ്ഞു വിട്ടത്. ഇവിടെ വന്ന് നോക്കി ശ്വാസം കഴിക്കണം. അപ്പൊ നമ്മൾ മൂക്ക് തപ്പി നോക്കിയതല്ല, നേരെ മറിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ശ്വാസം വലിക്കേണ്ടതില്ല. അവിടെ ശ്വാസം വലിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ശ്വാസം ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ നമുക്ക് എത്തിച്ചു തന്നതാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ സൗകര്യങ്ങൾ ആവശ്യമില്ല, തീന്മേശകൾ ആവശ്യമില്ല, ഭക്ഷണം കഴിക്കേണ്ടതില്ല, നാവ് ആവശ്യമില്ല, പല്ലാവശ്യമില്ല. പക്ഷേ മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളാഹു അത് കൃത്യമായി രൂപപ്പെടുത്തി സെറ്റാക്കിയതിനു ശേഷമാണ് ഇഹലോകത്തേക്ക് പറഞ്ഞു വിട്ടത്. ജീവിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും വായുവും വെള്ളവും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടാണ് ഐഹിക ലോകത്തേക്ക് റബ്ബ് നമ്മെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം തന്നു. പറന്നോ എന്ന് പറഞ്ഞു. ഇത് മുഴുവനും നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞു. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഒരിടത്ത് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. മറ്റൊരിടത്ത് പറഞ്ഞത് വലകും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം, ഒരു പരിധിവരെ ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഭൂമിയെ നാം സംവിധാനിച്ചിട്ടുള്ളത്, അവിടേക്ക് നിങ്ങളെ വിട്ടിട്ടുള്ളത്. വലകും ഫിൽ അർളി മുസ്തഖർ വമതാഉൻ ഇലാ ഹീൻ. ഒരു പരിധി വരെ എത്ര കോടി മനുഷ്യർ വന്നാലും ജീവിക്കാനുള്ളത് ഇവിടെ അള്ളാഹു ഒരുക്കി വെച്ചു എന്നാണ്. ഇതൊരു പക്ഷേ മനുഷ്യന്റെ സങ്കല്പത്തിനപ്പുറമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലടക്കം വന്ന ഒരു സിദ്ധാന്തമാണ് കുടുംബാസൂത്രണം എന്നുള്ളത്. നമ്മൾ രണ്ട്, നമുക്ക് രണ്ട്. എന്താണ് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, ഒരു കുടുംബത്തിൽ 10ഉം 15ഉം മക്കളുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 10ഉം 15ഉം മക്കൾ വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ ജനസംഖ്യ ഇത്രയില്ല, ആള് കുറവാണ്. അങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്കപ്പുറം, ഏതാണ്ട് 5 നൂറ്റാണ്ടുകൾക്കപ്പുറം മാൽത്തൂസ് എന്ന് പറയുന്ന ഒരാൾ വന്നു. ലോകത്തിലെ വിഭവങ്ങൾ മുഴുവനും അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഭൂമിയിലുള്ള മനുഷ്യരെയും അദ്ദേഹം കാൽക്കുലേറ്റ്, അവരുടെ എണ്ണവും കാൽക്കുലേറ്റ് ചെയ്തു. അത് തമ്മിൽ അദ്ദേഹം ഹരിച്ചും ഗുണിച്ചും ഗണിച്ചുമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇനി ഇവിടെ അധിക കാലം മനുഷ്യന് ജീവിക്കുവാൻ പോലും കഴിയില്ല എന്ന്. കാരണം ഇവിടെ ഭക്ഷണം തീർന്നു പോകുമെന്ന്. ഇങ്ങനെ ഈ ഒരു ജനനം ഇങ്ങനെ ഉണ്ടായി, ആളുകൾ ഇങ്ങനെ ഒരുപാട് രൂപപ്പെട്ട് മക്കൾക്ക് മക്കളായി, അങ്ങനെ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോ അവസാനം ഭക്ഷിക്കുവാൻ ഇവിടെ ആഹാരം ഉണ്ടാകാതെ വരും. അങ്ങനെ ഒരു 100 കൊല്ലം അല്ലെങ്കിൽ 200 കൊല്ലത്തിനിടയിൽ മനുഷ്യവാസം തന്നെ ഭൂമിയിൽ ഇല്ലാതാകുമെന്ന് പറഞ്ഞ മാൽത്തൂസ് കടന്നുപോയിട്ട് 500 കൊല്ലായി. 500 കൊല്ലങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞു. അത് പിന്നീട് ലോകരാഷ്ട്രങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെയാണ് ചൈന പോലെ അടക്കമുള്ള രാജ്യങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ കുടുംബാസൂത്രണം എന്ന സംവിധാനം കൊണ്ടുവന്നത് മാൽത്തൂസിന്റെ ഈ കണക്ക് പ്രകാരമാണ്. ഇന്ന് നമുക്കറിയാം 800 കോടി മനുഷ്യർ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. 800 കോടി മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ മുൻ തലമുറകൾ നോക്കുമ്പോൾ അവർക്ക് തിന്നാൻ ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിച്ചത്ര മന്തി നമ്മുടെ വല്ലുപ്പ കഴിച്ചിട്ടില്ല, അത് കണ്ടിട്ട് പോലുമില്ല. നമുക്കറിയാം, ഒരു 60 വയസ്സുള്ള വല്ലുപ്പയെ വിളിച്ചിട്ട് നിങ്ങളുടെ ചെറുപ്പകാലത്ത് മട്ടൻ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ അദ്ദേഹം പറയും, കിട്ടിയിരുന്നത് 2 തുണ്ട വെല്ലു മാത്രമായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കും. നമ്മുടെ വല്ലുപ്പയുടെ സ്വപ്നമായിരുന്നു ഒരു ചിക്കൻ കാല്. കാരണം അന്ന് അവരുടെ സ്വപ്നമായിരുന്നു അത്. പക്ഷെ ഇന്നാരാണ് പഴങ്കഞ്ഞി കുടിക്കുന്ന ആളുകൾ? തലേന്ന് അരി വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേന്ന് രാവിലെ കാന്താരി ഞെരടി തൈരും കൂട്ടി കഴിക്കുന്ന ആൾക്കാർ ഇന്നാരാ ഉള്ളത്? 5 സ്റ്റാർ ഹോട്ടലിൽ പോകണം ഇന്ന് അങ്ങനെ കഴിക്കണമെങ്കിൽ. അത് 5 സ്റ്റാർ ഫുഡായി മാറി, ഇത്ര അപൂർവമായി മാറി. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്, ആവശ്യത്തിലധികം കഴിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ കഴിച്ച ഭക്ഷണം കൊണ്ടുപോയി അതിന്റെ വേസ്റ്റ് കഴിച്ച നായ്ക്ക് കൊളസ്ട്രോൾ ആണ്. നായ്ക്ക് കൊളസ്ട്രോൾ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വലിച്ചെറിഞ്ഞ് ഉച്ചിഷ്ടം കഴിച്ചതാ മൂപ്പര്. അത്രത്തോളം ഭക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും അന്നം മുടക്കിയിട്ടില്ല. ഹുവർ റസ്സാഖുൽ മതീൻ. അവനാണ് നിങ്ങൾക്ക് അന്നം ഒരുക്കി വെച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല അന്നം ഒരുക്കി വെച്ചത്. അതുകൊണ്ട് ദുനിയാവിൽ നിങ്ങൾ ദുനിയാവിന്റെ വിഷയം ആലോചിച്ച് പ്രശ്നത്തിലാകണ്ട. നിങ്ങൾക്കുള്ളതെല്ലാം വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ. ലോകാവസാനം വരെ വരുന്നത് 800 കോടിയായാലും 8000 കോടിയായാലും മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്.
സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ ജനിക്കുന്നത്, എന്തിനാ പിന്നെ ഇവിടെ ജീവിക്കുന്നത്? കരാർ നിറവേറ്റിയാൽ മാത്രം മതി. എന്താണ് കരാർ? അലസ്തു ബിറബ്ബിക്കും. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും ചോദിക്കപ്പെടുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ നമ്മളോട്, അലസ്തു ബിറബ്ബിക്കും. ഞാൻ തന്നെയല്ലയോ നിങ്ങളുടെ റബ്ബ്? ഞാനല്ലയോ നിങ്ങളുടെ ഇലാഹ്? ജീവിതത്തിന്റെ ഏതേത് മേഖലകളിൽ നിങ്ങൾ കടന്നു ചെന്നാലും, അത് സൗഭാഗ്യത്തിന്റെ ലോകത്താകട്ടെ, ദുഃഖത്തിന്റെ ലോകത്താകട്ടെ, സൗന്ദര്യത്തിന്റെ ലോകത്താകട്ടെ, അതുപോലെ പ്രയാസങ്ങളുടെ ലോകത്താകട്ടെ, കഷ്ടതയുടെ ലോകത്താകട്ടെ, സമ്പന്നതയുടെ ലോകത്താകട്ടെ, ഏത് ലോകത്തേക്ക് കടന്നു ചെന്നാലും ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്ന ഒരേ ഒരു ചോദ്യം, അലസ്തു ബിറബ്ബിക്കും. ഞാൻ തന്നെയല്ലടോ നിന്റെ റബ്ബ്, ഇലാഹ്? ആ ചോദ്യത്തിന് ഉത്തരം പറയൽ മാത്രമാണ് ഐഹിക ലോകത്ത് മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലെ ഉദ്ദേശ്യമെന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞു. വാചകത്തിലെ ഖുർആൻ അത് പറഞ്ഞത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. മനുഷ്യരെയോ ജിന്നുകളെയോ ഞാൻ പടച്ചില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ. ആരാധനകൾ അല്ലാഹുവിന് മാത്രം. അതാ ഖുർആൻ പറഞ്ഞത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. സൂറത്തു ദാരിയാത്തിൽ 56 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു വിവരിക്കുകയാണ്, മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ പടച്ചത് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആരാധനയാണോ അത് അല്ലാഹ്ക്ക് മാത്രം. ഇബാദത്ത് സർവ്വതും അല്ലാഹുവിന് മാത്രം. മനുഷ്യനെ പടച്ചതിന്റെ പിന്നിൽ ലക്ഷ്യം അതാണ്. അതല്ലാതെ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, ആരും എനിക്ക് അന്നം കണ്ടെത്തി തരണ്ട, ആരും എനിക്ക് അന്നം കണ്ടെത്തി തരണ്ട, ആരും എന്നെ ഊട്ടേണ്ടതുമില്ല. നേരെ മറിച്ച് ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അല്ലാഹുവാണ് റസ്സാഖ്, അന്നം തരുന്നവൻ. അല്ലാഹുവാണ് അന്നമൊരുക്കിയവൻ. അവനാണ് ഏറ്റവും ശക്തിയുടെ ഉടമ. എല്ലാ പവറും അല്ലാഹുവിന്റെ പക്കലാണ്. എല്ലാ കഴിവും അല്ലാഹുവിന്റെ പക്കലാണ്. അതുകൊണ്ട് മനുഷ്യ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ. ഇതാണ് ആദ്യം മനുഷ്യൻ മറന്നുപോയത്. മനുഷ്യന്റെ പേര് ഇൻസാൻ എന്നാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ഒരു അധ്യായത്തിന്റെ പേര് ഇൻസാൻ എന്നാണ്. ഇൻസാൻ എന്ന് വെച്ചാൽ മറവിക്കാരൻ എന്നാണ് അർത്ഥം. നിസിയാൻ, പെട്ടെന്ന് മറന്നു പോകും. ആദ്യം മറന്ന നമ്മുടെ വാപ്പയാണ്. അല്ലാഹു പറഞ്ഞു, ലാ തഖറബു ശജറ, മരത്തിന്റെ അടുക്കലേക്ക് പോകരുത് എന്ന് പറഞ്ഞില്ലേ? അത് ആദ്യം മറന്ന ആൾ നമ്മുടെ വാപ്പയാണ്. നമുക്ക് മാതൃക, മോഡലാണ്. നമ്മൾ ഈ ബഹളത്തിനിടയിൽ, തിരക്കിനിടയിൽ മറന്നുപോകും. കാര്യം നമുക്ക് നോക്കുമ്പോൾ ഹോസ്പിറ്റല്, ബഹളം, അതുപോലെ രോഗം, കഷ്ടത, ദാരിദ്ര്യം, കടം, പ്രയാസം, കുറെ ഇടക്കിടക്ക് വലിയ സന്തോഷങ്ങൾ, ഇങ്ങനെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ ഈ ഉത്തരവാദിത്തത്തെ നമ്മൾ മറന്നുപോകും. മാത്രമല്ല, മനുഷ്യനെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിക്കാൻ പിശാച് എപ്പോഴും പടിയെടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അവന്റെ വലയത്തിലും അകപ്പെട്ടു പോകും. അതുകൊണ്ട് സ്വാഭാവികമായും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും മറന്നിട്ട് വിസ്മൃതിയിലാകും. അതുകൊണ്ടാണ് ആഖിറത്തിൽ വരുന്ന മനുഷ്യരെ വിളിച്ച് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പരലോകത്ത് മനുഷ്യർ ഒരുമിച്ചുകൂടി നന്ദി കെട്ടവരായി ഉത്തരവാദിത്തം മറന്നു വരുന്ന ആളുകളോട് റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യം, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅൻ ഇഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. സൂറത്ത് യാസീൻ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു ചോദിക്കണം, മനുഷ്യരെ, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഉടമ്പടി പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾക്ക് വിവരം തന്നിരുന്നില്ലേ? എന്ത്? ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് എന്ന്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന വിവരം പറഞ്ഞു തന്നിരുന്നില്ലേ? വഅൻ ഇഅ്ബുദൂനി, എനിക്ക് മാത്രം ഇബാദത്ത് തരണം. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരിന്റെ വഴി എന്ന് നിങ്ങൾക്ക് നാം പറഞ്ഞു തന്നിരുന്നില്ലേ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ, നിങ്ങളെക്കാൾ മല പോലത്തെ മനുഷ്യരെ ആ പിശാച് പിഴപ്പിച്ച വിവരം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നില്ലേ? അല്ലാഹു ചോദിക്കാണ്. നമ്മുടെയൊക്കെ വിചാരം എന്താ? പിശാചിന്റെ പണിയൊന്നും നമ്മുടെയൊക്കെ നടക്കൂല എന്നുള്ളതാണ്. പിശാചിന്റെ പണിയൊന്നും നമ്മുടെയൊക്കെ നടക്കൂല എന്നാണ്. പക്ഷെ അല്ലാഹു പറയും, വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ, നിങ്ങളെക്കാളും മല പോലത്തെ മനുഷ്യരെ, വലിയ ആളുകളെ പിശാച് പിഴപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ചോദിക്കുന്നുണ്ട്. മനുഷ്യൻ മറക്കും, നമ്മൾ മറക്കും.
ആരെയാ മറക്കുന്നത്? റബ്ബുൽ ആലമീനെ. ദുനിയാവിന്റെ ഒരു വിഷയവും നമ്മൾ മറക്കൂല. ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്, നമുക്ക് ബോധമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കുമുള്ള വിജ്ഞാനവും അതിനപ്പുറത്തുള്ള പരിജ്ഞാനമുണ്ട്. ഇനി ആ വിവരം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ചാറ്റ് ജിപിറ്റിയോട് ചോദിച്ചെങ്കിലും പഠിക്കും. വല്ലുമ്മ ഇപ്പൊ ചാറ്റ് ജിപിറ്റിയോട് ചോദിച്ചിട്ട് വിവരങ്ങൾ എടുക്കണേ. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് വിവരക്കുറവുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ അധുനാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അത് പരിഹരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തും. എന്നാൽ മനുഷ്യൻ മറക്കുന്ന ഈ കാര്യം, ഇത് മനുഷ്യരെ ഓർമ്മിപ്പിക്കാനാണ് അമ്പിയാക്കൾ വന്നത്. അമ്പിയാക്കൾ ആരും ഒരു പുതിയ വാദം ലോകത്തോട് പറഞ്ഞിട്ടില്ല. അതാണ് നബിമാരുടെ പ്രത്യേകത. ഒരു പുതിയ കാര്യവും പ്രവാചകന്മാർ സമൂഹത്തോട് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ആ പ്രവാചകന്മാരെല്ലാവരും, ആ നബിമാരെല്ലാവരും ഒരേ കാര്യം സമൂഹത്തോട് പറഞ്ഞു. അവരുടെ മുഴുവൻ സബ്ജക്റ്റ് ഒന്നായിരുന്നു, ഒരേ വിഷയമായിരുന്നു. അവർ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് അവതരിപ്പിച്ച ആ കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രബോധന വിഷയം എല്ലാം ഒരേ വിഷയമായിരുന്നു, തൗഹീദായിരുന്നു. അവർക്കൊരു പുതിയ വിഷയം കണ്ടെത്തേണ്ടി വന്നിട്ടില്ല, പുതിയ വിഷയം പുതുതായി അവതരിപ്പിക്കേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആം ഒന്ന് ഓതി നോക്കൂ, എത്ര മനോഹരമാണത്. സൂറത്തുൽ അൻആമിലെ ആയത്തുകൾ അതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിവരം കിട്ടും. അതിനർത്ഥം അധികം പറഞ്ഞു തരണ്ട, അതിങ്ങനെ ഓതുമ്പോൾ തന്നെ മനസ്സിലാകും. എന്താ അല്ലാഹു അവിടെ പറയുന്നത്? വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബൽ വമിൻ ദുർരിയ്യതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ വസക്കരിയ വയഹ്യ വഈസ വഇയാസ് കുല്ലും മിനസ് സ്വാലിഹീൻ وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين ومن آبائهم وذرياتهم وإخوانهم اجتبيناهم وهديناهم إلى صراط مستقيم ذلك هدى الله يهدي به من يشاء من عباده ولو أشركوا لحبط عنهم ما كانوا يعملون. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി അവതരിപ്പിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഇസ്ഹാഖിനെ കൊടുത്തു, ആ ഇസ്ഹാഖിന് യാക്കൂബിനെ കൊടുത്തു. അതിനു മുമ്പ് നൂഹ് അലൈഹിസ്സലാം കടന്നു വന്നു. അതുപോലെ തന്നെ ദാവൂദ് നബിയും സുലൈമാൻ നബിയും അയ്യൂബ് നബിയും യൂസുഫ് നബിയും മൂസാ നബിയും ഹാറൂൻ അലൈഹിസ്സലാമും സക്കരിയ വയഹ്യ വഈസ വഇയാസ ആ പ്രവാചകന്മാരും ഇസ്മാഈല വൽയസഅ വയൂനുസ വലൂത്ത ഈ നബിമാരും. അങ്ങനെ പ്രവാചകന്മാരുടെ പേരുകൾ ഇങ്ങനെ എണ്ണി പറയാണ്. ആ പ്രവാചകന്മാരുടെ പേരുകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരെ ഞാൻ തെരഞ്ഞെടുത്തവരാണ്. വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരിന്റെ വഴിയിലൂടെ അവരെ നാം നയിച്ചതാണ്. ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, ആ അമ്പിയാക്കൾ പ്രവാചകന്മാർ പോയ വഴിയാണ് നേരിന്റെ വഴി. ആ വഴിയിലൂടെ നാം ഉദ്ദേശിക്കുന്ന അടിയാറുകളെ നാം നയിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പറയപ്പെട്ട ഇസ്ഹാഖ് ആകട്ടെ, യാക്കൂബ് ആകട്ടെ, ദാവൂദ് ആകട്ടെ, സുലൈമാൻ ആകട്ടെ, അയ്യൂബ് ആകട്ടെ, യൂസുഫ് ആകട്ടെ, മൂസയും ഹാറൂനും സക്കരിയയും യഹ്യയും ഈസയും ഇല്യാസും ഇസ്മാഈലും വൽയസഉം യൂനുസും ലൂത്തും ഇവരാരാകട്ടെ, അവർ ശിർക്ക് ചെയ്താൽ പോലും, അവർ റബ്ബിന് കുറുകാരെ ഉണ്ടാക്കിയാൽ പോലും, അവർ തൗഹീദിനെതിരെ ചെയ്താൽ പോലും അവർ ചെയ്ത ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളെയും നാം പൊളിച്ചു കളയുക തന്നെ ചെയ്യുമെന്നവർക്ക് നാം നേരത്തെ തന്നെ വഴി കൊടുത്തിട്ടുണ്ട്. അമ്പിയാക്കളെ സംബന്ധിച്ച് ഖുർആൻ പറയാണ് എന്ത്? അമ്പിയാക്കളെ സംബന്ധിച്ച് അവർക്ക് തൗഹീദാണ് കൊടുത്തത് റബ്ബ്. അവരുടെ ദൗത്യം, അവരുടെ പ്രബോധനം തൗഹീദാണ്. അവരെ വിലക്കിയത് പൂർണ്ണമായ ശിർക്കിൽ നിന്നാണ്. അപ്പൊ ശിർക്ക് മുക്തമായ ഒരു ജീവിതക്രമമാണ് പ്രവാചകന്മാർ നയിച്ചത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു നേരിന്റെ വഴിയുടെ നയിച്ച അമ്പിയാക്കളുടെ സ്വഭാവം ഇതാണെങ്കിൽ നിങ്ങൾ അവരുടെ ഫോളോവേഴ്സ് ആവുക, നിങ്ങൾ അവരെ ഫോളോ ചെയ്യുക. ആരെ? അമ്പിയാക്കളെ, പ്രവാചകന്മാരെ, നബിമാരെ. അപ്പൊ നബിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരുകൾ ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞിട്ടെന്ന് പറയുന്നത് അവരുടെ ലോകം തൗഹീദിന്റെ ലോകമാണ്. അവരുടെ പ്രബോധനം തൗഹീദിന്റെ പ്രബോധനമാണ്. അവർക്ക് ലോകത്തോട് സംസാരിക്കാനുള്ളത് വിശുദ്ധ ഖുർആൻ ഒറ്റ വാചകത്തിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ തന്നെ പറഞ്ഞു,
വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഓ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകന് നാം ബോധനം നൽകിയിട്ടല്ലാതെ, വഹയി നൽകിയിട്ടല്ലാതെ. എന്താണ്? സകല പ്രവാചകന്മാർക്കും ഒരുപോലെ വഹയി നൽകപ്പെട്ട ആ സന്ദേശം. അന്നഹു, നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ഇലാഹില്ല. ആയതിനാൽ ഫഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണേ എന്ന സന്ദേശം നൽകപ്പെടാത്ത ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ലെന്ന് ഖുർആൻ. മാത്രമല്ല, അത് പറയാനാണ് മലക്കുകൾ ഇറങ്ങിയതെന്ന് ഖുർആൻ. യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻസിറൂ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. സൂറത്തുൻ നഹ്ൽ അല്ലാഹ് പറയാണ്, നാം മലായികത്തുകളെ ഇറക്കിയിട്ടുണ്ട്. യുനസ്സിലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വന്നു. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. മിൻ അംരി റബ്ബിഹി, റബ്ബിന്റെ കൽപ്പനയുമായി. അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അല്ലാഹു ഉദ്ദേശിക്കുന്ന പ്രവാചകന്മാർ, അഥവാ അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത അവന്റെ അടിയാറുകളിൽ നിന്നുള്ള പ്രവാചകന്മാർക്ക് ആ മലക്കുകൾ വന്ന് ഓതിക്കൊടുത്തത് അൻദിറൂ, നിങ്ങൾ താക്കീത് നൽകണം. എന്താണ്? ഏത് വിഷയത്തിലാണ്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ, ഏകനായ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. വളരെ സിമ്പിളാണ് ആശയം. പക്ഷേ ഇത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇത് ഹക്കല്ലയോ, ഇത് സത്യമല്ലയോ, ഇതൊക്കെ ആളുകൾ അങ്ങോട്ട് സ്വീകരിക്കൂലോ? ഇല്ല, ഇത് ആളുകൾ പെട്ടെന്ന് സ്വീകരിക്കില്ല. ഇത് അമ്പിയാക്കൾ പറഞ്ഞപ്പോഴുണ്ടായ അവസ്ഥകൾ നമുക്കറിയാം. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ലോകത്ത് മാനവരാശിയുടെ ഈ വിഷയത്തിലുള്ള എതിർപ്പുകളെ മുഴുവനും വകഞ്ഞു മാറ്റാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലത്തിൽ ഹജ്ജ് അങ്ങോട്ട് പ്രഖ്യാപിച്ചത്. കൊല്ലത്തിൽ ഹജ്ജ് പോലും നമുക്കറിയാം, ഈ ഹജ്ജ് നടക്കുന്ന മാസമാണിത്. ഈ ഹജ്ജ് ലോകത്തോട് പറയുന്നത്, സഹോദരങ്ങളെ, നാം വിശദീകരിച്ചു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലത്തിൽ ഒരു ഹജ്ജ്, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പുതിയ ഒരു സമൂഹത്തിന്റെ കാലക്രമമായി നിശ്ചയിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ പിന്നീട് മനുഷ്യരാശിയുടെ ചരിത്രം യഥാർത്ഥത്തിൽ വിദ്വേഷങ്ങളുടെ, വെറുപ്പിന്റെ ചരിത്രമായി മാറി. ലോക സമൂഹത്തിൽ ഈ വിദ്വേഷ പ്രചരണം എന്നുള്ളത് ഇന്ന് മാത്രം ഉണ്ടായതല്ല. ലോകത്തേതു കാലഘട്ടത്തിലും വിദ്വേഷങ്ങൾ ഉണ്ടായി. അത് ഏറ്റവും ഉർബന്നതയിലേക്ക് പോകുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിനു ശേഷമാണ്. ചരിത്രം നമുക്കതിന് സാക്ഷിയാണ്. ഈ രൂപത്തിൽ അമ്പിയാക്കളുടെ കൈമാറ്റം ചെയ്യപ്പെട്ട തൗഹീദിന്റെ സുന്ദരമായ ആശയതലങ്ങൾ, അതിന് അല്ലാഹു ഒരു കേന്ദ്രമുണ്ടാക്കിയതാണ് പരിശുദ്ധമായ മക്ക. എല്ലാവിധ നാഗരികതകളുടെയും അതുപോലെ തന്നെ പുരോഗതിയുടെയും തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് അതിനെ കേന്ദ്രമാക്കി മാറ്റി. അതാണ് പരിശുദ്ധമായ മക്ക. അവിടെയാണ് അവ്വലു ബൈത്ത് വുദിഅ ലിന്നാസ്, മാനവരാശിക്കു വേണ്ടി ആദ്യമായി ഒരു ഭവനം നിർമ്മിക്കപ്പെട്ടത് മക്കയിലാണ്. ഖുർആൻ പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, മാനവ കുലത്തിന് വേണ്ടി ആദ്യമായി ഒരു ഭവനം നിർമ്മിക്കപ്പെട്ടത് മക്കയിലാണ്. അതിന്റെ മുകളിലാണ് കഅബ, ബൈത്തുൽ മഅമൂർ. കഅബാലയത്തിന്റെ മുകളിൽ വാനലോകത്ത് ഒരു കഅബയുണ്ട്. അതിന്റെ പേരാണ് ബൈത്തുൽ മഅമൂർ. ഭൂമിയിലെ കഅബയ്ക്ക് ചുറ്റും മനുഷ്യരിങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ആകാശലോകത്തെ ബൈത്തുൽ മഅമൂറാകുന്ന കഅബയ്ക്ക് ചുറ്റും അള്ളാഹുവിന്റെ മലക്കുകൾ നിരന്തരമായി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ പ്രവാചകന്മാരുടെ ഒരു വഴിയുണ്ട്, പ്രവാചകന്മാരുടെ ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ നമുക്കറിയാം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബിക്കു ശേഷം വന്ന പ്രവാചകനായി പറയപ്പെടുമ്പോഴും അദ്ദേഹത്തിന് വിളിക്കുന്ന പേര് ഷെയ്ഖുൽ അംബിയ എന്നാണ്. അമ്പിയാക്കന്മാരിലെ ഷെയ്ഖ് എന്നാണ് നൂഹ് നബിക്ക് കിട്ടിയ പേര്. ആ നൂഹ് നബിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തലമുറകൾ, മക്കൾ, അങ്ങനെ തലമുറകൾ 10 തലമുറയായപ്പോഴാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്ത് കടന്നു വന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പ്രഥമ മനുഷ്യൻ ആദം മുതൽ തലമുറ കഴിഞ്ഞപ്പോൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നു.
ആ നൂഹ് നബിക്ക് ഷെയ്ഖുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ ഷെയ്ഖ് എന്നാണ് പേര്. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് എണ്ണിയാൽ 10 തലമുറ. ആ തലമുറ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 10 തലമുറ കഴിഞ്ഞപ്പോഴാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കടന്നു വരുന്നത്. അപ്പോ നൂഹ് നബിക്ക് ശേഷമുള്ള 10 തലമുറ കഴിഞ്ഞ് ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിൽ അബുൽ അംബിയ ആയിട്ടാണ് ഇബ്രാഹിം നബി കടന്നു വന്നത്. ഇബ്രാഹിം നബിയുടെ പേര് അബുൽ അംബിയ, പ്രവാചകന്മാരുടെ അബ് എന്നാണ്, പിതാവ് എന്നാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അബ്രഹാം എന്നുള്ളത് ലോകത്ത് പിന്നീട് ഇങ്ങോട്ടുള്ള ലോക ചരിത്രത്തിലെ വിപ്ലവങ്ങളുടെ മുഴുവനും നേതൃത്വം വഹിക്കുന്ന പ്രവാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവരാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നീട് ഇങ്ങോട്ട് വന്ന ലോകത്ത് നടന്ന സർവ്വ വിപ്ലവങ്ങളും, സർവ്വ മുന്നേറ്റങ്ങളും, സർവ്വ കണ്ടുപിടുത്തങ്ങളും, അങ്ങനെ നോക്കിയാൽ പിന്നീട് ഇങ്ങോട്ട് വന്ന ലോക സമൂഹത്തിന്റെ സാംസ്കാരികമായ വിപ്ലവങ്ങൾ മുഴുവനും സാധിച്ചെടുത്തത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിലുള്ള മക്കളാണ്, അദ്ദേഹത്തിന്റെ സന്തതികളാണ് എന്ന് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഒരു പ്രത്യേകമായ ഒരു ചിഹ്നമാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്ത് നിലനിർത്തി. വിശുദ്ധ ഖുർആൻ ഒരു ആയത്തുണ്ട്, വത്തഖിദൂ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹീമിന്റെ മഖാമിനെ നിങ്ങൾ മുസല്ലയാക്കൂ. ഇബ്രാഹിം മഖാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇബ്രാഹിം മഖാം പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് പോയി നോക്കിയാൽ അവിടെ പ്രത്യേകമായി സംരക്ഷിക്കപ്പെട്ട ഒരിടമാണ് മഖാമു ഇബ്രാഹിം, ഇബ്രാഹിമി മഖാം എന്നാണ് ഇതിന്റെ അർത്ഥം. ആ ഇബ്രാഹിം മഖാമിൽ ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നത് 2 കാൽപാദങ്ങൾ മാത്രമാണ്. 2 കാൽപാദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സിംബലാക്കി, ഒരു ചിഹ്നമാക്കി ലോകത്ത് വെച്ചു, അള്ളാഹുവിന്റെ ശിആറാക്കി ലോകത്ത് ബാക്കിയാക്കി. എന്നിട്ട് പറഞ്ഞു, കണ്ടുപഠിക്കണം എന്ന്. കണ്ടുപഠിക്കണം, ഇനിയുള്ള കാലടികൾ ഈ കാലടികളുടെ പിന്നാലെയാവണം. ഇബ്രാഹിം മഖാമിനെ, അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരണം. അതൊരു ചിഹ്നമാക്കി, ഒരു ശിആറാക്കി വെച്ചത് മക്കത്താണ്, കഅബാലയത്തിന്റെ ഓരത്താണ്. ഇവിടെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഇറാഖിലാണ്. ഇറാഖിലെ ഊർ പട്ടണത്തിലാണ് ഇബ്രാഹിം നബി ജനിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ യുവത്വം ഖുർആനിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യുവത്വത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഏറ്റവും ശക്തമായി ഇടപെട്ടത് അദ്ദേഹത്തിന്റെ യുവത്വത്തിലാണ്. കാരണം അദ്ദേഹത്തിന് ഒരാളെ കുറിച്ച് ലോകത്തോട് പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ സബ്ജക്ട് തൗഹീദായിരുന്നു. ലോകത്തോട് സംവദിക്കാൻ ഒരു വിഷയമേ അദ്ദേഹത്തിനുള്ളൂ, അത് തൗഹീദാണ്. തന്റെ കുടുംബത്തോടും നാട്ടുകാരോടും ജനസമൂഹത്തോടും താൻ നടന്നു പോകുന്ന വഴിയിലുള്ളവരോടും എല്ലാവരോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സംസാരിക്കാനുണ്ടായ ഒരേ ഒരു സബ്ജക്ട് അത് തൗഹീദായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിലൂടെ നമുക്കത് ബോധ്യപ്പെടുകയാണ്. ബാപ്പയോട് അദ്ദേഹം പറഞ്ഞു, സ്വന്തം കുടുംബത്തിൽ അദ്ദേഹം ഇറങ്ങിച്ചെന്നുകൊണ്ട് ചോദിച്ചു, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഅനി അൻക ശൈആ. ഉപ്പ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? ആർക്കാണ് നിങ്ങൾ പൂജകളും നേർച്ചകളും നിവേദ്യങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നത്? ആർക്ക് വേണ്ടിയാണ്? മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഅനി അൻക ശൈആ. ഒരു ഉപകാരവും ചെയ്യാത്ത, ഒരു ഉപദ്രവവും ചെയ്യാത്ത, നിങ്ങളൊരു ആവശ്യം പറഞ്ഞാൽ എടുത്തുകൊണ്ട് തരാനുള്ള കാലുകളോ കൈകളോ ഇല്ലാത്ത, ചിന്തിക്കാനുള്ള ബ്രെയിൻ മസ്തിഷ്കമില്ലാത്ത ഈ പറയുന്ന സ്തൂപങ്ങളെയും സ്തംഭങ്ങളെയുമാണോ ഉപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? സ്വാഭാവികമായും നാടിൽ പ്രശ്നവും കലഹവും ഉണ്ടാക്കാൻ ഈ ഒറ്റ ചോദ്യം മതി. പക്ഷെ ആ ചോദ്യം ചോദിക്കുന്നതിൽ ഇബ്രാഹിം നബിക്ക് ഒരു വൈമനസ്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയ ഒരു ഇടപെടലിനെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹത്തിന് നാട്ടിനുണ്ടായിരുന്ന സ്വാധീനം കൊണ്ട്. കാരണം നാട് എന്ന് പറഞ്ഞാൽ വിഗ്രഹപൂജകൾ നടക്കുകയും വിഗ്രഹങ്ങളെ വിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഭാഗമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. അപ്പൊ ഇബ്രാഹിം നബി ആ കുട്ടി ദൈവങ്ങളെ തട്ടിനിരപ്പാക്കി വലിയ ദൈവത്തിന്റെ കഴുത്തിൽ കോടാലി കെട്ടി തൂക്കിയിട്ടു. വിഗ്രഹങ്ങളെ തകർക്കലല്ല ഇബ്രാഹിം നബിയുടെ ലക്ഷ്യം. വിഗ്രഹങ്ങളെ തകർക്കലായിരുന്നെങ്കിൽ ആദ്യം തകർക്കേണ്ടത് ഏറ്റവും വലുതിനെയാണ്. പക്ഷെ അതിനവിടെ ബാക്കി നിർത്തി. ചെറിയ വിഗ്രഹങ്ങളുടെ തല ഇങ്ങനെ തട്ടി നിരപ്പാക്കിയിട്ട് അതിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കോടാലി കെട്ടി തൂക്കിയ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒറ്റ സംഭവത്തിലൂടെ
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് ആ നാട്ടിൽ ജീവിക്കുവാൻ പോലും കഴിയാത്ത വിധം പ്രക്ഷുബ്ധമായ നാട്. ആളുകൾ പറഞ്ഞു, ഹരിക്കൂ, നിങ്ങൾ അവനെ കത്തിക്കുക എന്നാ പറഞ്ഞത്. അവനെ എവിടെങ്കിലും കണ്ടാൽ കത്തിച്ചേക്കണം പച്ചക്ക് എന്നാ പറഞ്ഞത്. മാത്രമല്ല അവർ പരസ്പരം ചോദിക്കുന്നത്, ആരാടാ ഈ പണി ചെയ്തത്? ഉടൻ തന്നെ പറയുന്നുണ്ട്, സമിഅനാ ഫതൻ യുഖാലു ലഹു ഇബ്രാഹിം, ഞങ്ങൾ ഇബ്രാഹിം എന്ന പേരുള്ള ഒരുത്തനെ കുറിച്ച് കേട്ടു, അവനാണ് ഇതും പറഞ്ഞ് ഈ നാട്ടിൽ നടക്കുന്നത്. സമിഅനാ ഫതൻ, അയാളൊരു യുവാവാണ്, യുഖാലു ലഹു ഇബ്രാഹിം, അവന്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഇടപെടൽ നാട്ടിൽ വിവാദമായി. ഇബ്രാഹിം നബി അവർ പിടിച്ചുകൊണ്ട് വന്നു. നീയാണോ ഇത് ചെയ്തത്? ആന്ത ഫഅൽത ബിആലിഹത്തിനാ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, ഞങ്ങളുടെ ദൈവങ്ങളെ കൊണ്ട് നീയാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബിയുടെ മറുപടി ചോദിച്ചു നോക്ക് അയാളോട്. എല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന ആളവിടെ ഉണ്ടല്ലോ. സലുഹും ഇൻകാനു യന്തിഖൂൻ ഫസൽഹും ഇൻകാനു യന്തിഖൂൻ, അവർ അതിനോട് നീ പോയി നിങ്ങൾ പോയി ചോദിക്ക്, അതിനോട് നീ പോയി ചോദിക്ക്, അവരോട്, ആ വലിയ വിഗ്രഹങ്ങളോട് പോയി ചോദിക്ക്, അവർ സംസാരിക്കുമെങ്കിൽ സംസാരിക്കട്ടെ, പറഞ്ഞു തരട്ടെ അവര്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആ കാലം മുതൽ ഇടപെട്ട് അവസാനം നാട്ടുകൂട്ടങ്ങൾ കൂടി, പാപ്പ കൂടി, ബന്ധുക്കൾ കൂടി, അതുപോലെ തന്നെ പിന്നെ നാട്ടുകാർ കൂടി, യുവാക്കൾ കൂടി, എല്ലാവരും കൂടിയിട്ടാ പറഞ്ഞ ഹരിക്കൂ, ഇവനെ കത്തിക്കുക എന്ന് പറഞ്ഞത്. അവർ തീക്കുണ്ടാരം ഒരുക്കിയത്. മാത്രമല്ല സ്വന്തം വാപ്പ പോലും പറഞ്ഞു, മോനെ, നീ പണി നിർത്തിയിട്ടില്ലെങ്കിൽ ഇല്ലം തന്തഹിലെ അർജുമന്നക്, നീ പണി നിർത്തിയിട്ടില്ലെങ്കിൽ ആദ്യം നിന്നെ എറിയുന്നത് ഞാനായിരിക്കുമെടാ എന്ന് സ്വന്തം വാപ്പ വിളിച്ചിട്ട് മോനോട് പറയാൻ. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്തൊരു തീരുമാനമുണ്ട്. എന്താ തീരുമാനം? ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ الذي هو يطعمني ويسقين واذا مرضت فهو يشفين. ലോകത്തമ്പിയാക്കൾക്ക് മുഴുവൻ നിർവഹിക്കേണ്ടി വന്ന ഒരു ദൗത്യമാണ് ഹിജ്റ എന്നുള്ളത്. മുഹമ്മദ് നബി മാത്രമല്ല, ലൂത്ത് നബി ഹിജ്റ പോയാളാണ്, മൂസാ നബി ഹിജ്റ പോയാളാണ്, അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഹിജ്റ പോയാളാണ്. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹിജ്റ പോയി അള്ളാഹുവിന് വേണ്ടി. അദ്ദേഹം പറഞ്ഞ നിലപാടെന്താ? അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനം എന്താ? ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് പോവുകയാണ്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. സ്വാഭാവികമായും നാടും വീടും വിട്ടു പോകുമ്പോ, നാട്ടുകാരും വീട്ടുകാരും ഇല്ലാതായാൽ എനിക്ക് അന്നം തരാൻ ആരുണ്ട്, എനിക്ക് വെള്ളം തരാൻ ആരുണ്ട്, ഞാൻ രോഗിയായാൽ എന്നെ ചികിത്സിക്കാൻ ആരുണ്ട് എന്ന ഭയം എന്റെ ഹൃദയത്തിലില്ല. കാരണം എനിക്ക് അന്നം തരുന്നവനും വെള്ളം തരുന്നവനും അവനാണ്. ഞാൻ രോഗിയായാൽ എനിക്ക് ശമനം നൽകുന്നവൻ അവനാണ്, അഥവാ റബ്ബാണ്. ആ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഞാൻ ഇതാ പോവുകയാണ് എന്ന് പറഞ്ഞു നടന്ന മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് ഖുർആൻ അടിവരയിട്ടൊരു കാര്യം പറയുമ്പോ അത് പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രത്തിലും മനുഷ്യ ജീവിതത്തിന്റെ തുടിപ്പിലും ഏറ്റവും പ്രാധാന്യമുള്ളതാവും. അത് ആ ഇബ്രാഹിം നബി ഊറിൽ നിന്ന് നടന്നത് നേരെ ഫലസ്തീനിലേക്കാണ്. കനാനികൾ താമസിച്ച ഫലസ്തീനിലേക്കാണ് ഇബ്രാഹിം നബി പോയത്. അഥവാ നൂഹ് നബിയുടെ വംശപരമ്പരയിൽപ്പെട്ട കനാനികൾ താമസിച്ച കാനാൻ ദേശത്തേക്കാണ് മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നടന്നത്. അപ്പോ ഊറിൽ നിന്ന് നേരെ കനാനിലേക്ക്, കനാനിൽ നിന്ന് അദ്ദേഹം നടന്നു ഫലസ്തീൻ, ജെറുസലേം വഴി നേരെ പിന്നെ പോകുന്നത് ഈജിപ്തിലേക്കാണ്. കാരണം ഫലസ്തീനിലെ കാലഘട്ടത്തിൽ വലിയ ക്ഷാമം ഉണ്ടാവുകയും അങ്ങനെ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് ആളുകൾ പോവുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് ഈജിപ്തിലേക്കാണ് ഇബ്രാഹിം നബി പോയത്. നമ്മളിത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ അഡ്രസ് ചെയ്യും. ആ അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ലോകാവസാനം വരെ ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ലോകാവസാനം വരെ ഒരു സബ്ജക്റ്റ് ആയിരിക്കും അത്. വിശുദ്ധ ഖുർആൻ അഡ്രസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അഥവാ ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ ലോകാവസാനം വരെ ചർച്ചയാവും. അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോകുന്നത് ഈജിപ്തിലേക്കാണ്. ആ ഈജിപ്തിൽ നിന്ന് വീണ്ടും ഫലസ്തീനിലേക്ക് മടങ്ങി വന്നു. വീണ്ടും ഈജിപ്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം പോകുന്നുണ്ട്. ആ ഈജിപ്തിൽ നിന്ന് പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം നടക്കുന്നത് ഒരു മനുഷ്യനും ആ കാലത്ത് ജീവിക്കാതിരുന്ന ഒരു പ്രദേശത്തേക്ക്, ഒരു കുടിലുമില്ലാത്തിടത്തേക്ക്, ഒരു പുല്ല് പോലും മുളക്കാത്തിടത്തേക്ക്, ജലാംശത്തിന്റെ ഒരു അടയാളം, ഒരു അംശം പോലും അടയാളപ്പെടുത്താത്തൊരിടത്തേക്കാണ് പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോകുന്നത്. അത് മക്കയിലേക്കാണ്.
ഒരു മനുഷ്യന്റെ നടപ്പ് നിങ്ങൾ അടിച്ചു നോക്കൂ. പിന്നീട് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂട്ട് മാപ്പ്, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഞ്ചാര പാത മനുഷ്യർ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൊറോണ കാലത്ത് നമുക്കറിയാം റൂട്ട് മാപ്പൊക്കെ തയ്യാറാക്കിയത് ഓർമ്മയുണ്ടല്ലോ. കൊറോണ ഉള്ള ഒരാളുണ്ട് എന്ന് തെളിഞ്ഞാൽ അയാൾ എവിടെയൊക്കെ പോയി എന്നുള്ള റൂട്ട് മാപ്പ് എടുത്തതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂട്ട് മാപ്പ് പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം നടന്നത്, അദ്ദേഹത്തിന്റെ കാലടികൾ ചവിട്ടിയിടങ്ങളെ പിൽക്കാലഘട്ടത്തിൽ അതിന്റെ റൂട്ട് മാപ്പ്, വേ ഓഫ് അബ്രഹാമിന്റെ വഴികൾ, ആ രൂപം എന്താണ് എന്ന് പിൽക്കാലഘട്ടത്തിൽ മനുഷ്യൻ അത് കണ്ടെത്തി. 2000-ലധികം കിലോമീറ്റർ നടന്നുകൊണ്ടേയിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. 2000-ലധികം കിലോമീറ്ററുകൾ നടന്നുകൊണ്ടേയിരുന്നു. ഒരു വട്ടമല്ല, രണ്ടു വട്ടമല്ല, നിരന്തരം ഇബ്രാഹിം നബി ഈ പാതയിലൂടെ നടന്നു. ഈ 2000 കിലോമീറ്റർ വിസ്തീർണമുള്ളിടത്തുകൂടി ഇബ്രാഹിം നബി നടന്നുകൊണ്ടേയിരുന്നു. വെറുതെയല്ല ആ 2 കാലടികളെ അള്ളാഹു എടുത്തു വെച്ചിട്ട് വത്തഖിദൂ മഖാമ ഇബ്രാഹിമ മുസല്ല എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ മഖാം, അദ്ദേഹത്തിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരുക എന്ന് ഖുർആൻ വെറുതെ പറഞ്ഞല്ല. തവാഫ് നിർവഹിച്ചതിനു ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ആ മഖാം ഇബ്രാഹിമിന്റെ പുറകിൽ നിന്നിട്ടാണ് വിശ്വാസികൾ നിർവഹിക്കുന്നത്. മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബാക്കിലാണ് നമ്മൾ, പുറകിലാണ് നമ്മൾ. അപ്പോ ആ കാലടികളിലാണ് അദ്ദേഹം നടന്നിടത്താണ് പിന്നെ സമാവിയായ കുത്തുബുകൾ മുഴുവനും ഇറങ്ങിയത്. തൗറാത്ത് ഈജിപ്തിലാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ സബൂർ ജോർദാനിലാണ്, ഇൻജീൽ ഫലസ്തീനിലാണ്, ഖുർആൻ ഇറങ്ങിയത് മക്കത്താണ്. ഈ ഏരിയ മുഴുവനും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലടികൾ ചെന്നിടമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരച്ച റൂട്ടാണ്. പിന്നീട് ലോകത്ത് നടന്ന സർവ്വ വിപ്ലവങ്ങളും, സർവ്വ കണ്ടുപിടുത്തങ്ങളും, സർവ്വ ഗവേഷണങ്ങളും, സർവ്വ നാഗരികതകളും മുഴുവനും ഉയർക്കൊണ്ടത് ആ കാലടിയിൽ നിന്നാണ്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് മാർക്ക് പോലെ ലോകത്തിന്റെ മുന്നിൽ ഒരു സിമ്പലായി, ഒരു മാർക്കായി, ഒരു അടയാളമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു. ആലോചിച്ച് നോക്കൂ, അദ്ദേഹം കടന്നു ചെന്ന മേഖലകൾ മുഴുവനും ബാബിലോണിയയിൽ അദ്ദേഹം കടന്നു ചെന്നു. ബാബിലോണിയ ലോകത്തെ ഏറ്റവും വലിയ ജ്യോത്സ്യന്മാർ, പിന്നെ സാഹിറുകൾ, സിഹറിന്റെ ആളുകൾ ആകാശലോകത്തേക്ക് നോക്കി ശനിയും ചൊവ്വയും ഒക്കെ നോക്കിയിട്ട് അതൊക്കെയാണ് ഭാഗ്യം കൊണ്ടുതരുന്നത് എന്ന് വിശ്വസിക്കുന്ന, അതൊക്കെ വരച്ച് കണക്കുകൂട്ടി ജീവിച്ചിരുന്ന ജ്യോതിഷികൾ, ജ്യോത്സ്യന്മാർ ഏറ്റവും അധികമുള്ള പ്രദേശമായിരുന്നു ബാബിലോണിയ. അവിടെ നിന്നാണ് സിഹർ എന്ന ലോകത്തെ ഏറ്റവും വലിയ പാപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൻപാപങ്ങളിൽ 2ാമത്തെ പാപമായി എണ്ണിയ സിഹറിന്റെ ഗവേഷണങ്ങളും പ്രബന്ധങ്ങളും പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും അതിന്റെ എല്ലാവിധ പോക്കുവരവുകളും നടന്നത് ബാബിലോണിയയിലാണ്. അവിടേക്ക് ഇബ്രാഹിം നബി കടന്നില്ലാണ്. എന്നിട്ട് അവരുമായി സംവദിക്കുകയാണ്, അവരുമായി സംവാദത്തിൽ ഏർപ്പെടുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഒരു ടെലസ്കോപ്പ് പോലും അന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. ടോളമിയോ ഗലീലിയയോ അതല്ലെങ്കിൽ പറയുന്ന അരിസ്റ്റോട്ടിലോ ആരും ലോകത്ത് ജനിച്ചിട്ട് പോലുമില്ല. ആ കാലഘട്ടത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ബാബിലോണിയയിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ആകാശത്തേക്ക് കണ്ണുവായിച്ച് മനുഷ്യർ കണ്ടെത്തിയ ആ കാലഘട്ടത്തിലെ ശാസ്ത്ര പുരോഗതിയെ തെറ്റായി മനസ്സിലാക്കി ഉപയോഗിച്ച് അതനുസരിച്ചുകൊണ്ട് ജ്യോതിഷം ലോകത്തോട് വിളമ്പിക്കൊണ്ടിരുന്ന സമൂഹത്തിന്റെ മുന്നിൽ ചെന്നിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് സംവദിച്ച് തന്റെ വാദം അവിടെ എഴുതിപ്പോന്നത്. എന്തായിരുന്നു ആ വാദം? നമ്മളെല്ലാവരും ആ വാദം ഏറ്റുചൊല്ലുന്നവരാണ്. ഇബ്രാഹിം നബിയുടെ അന്നത്തെ വാദം, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഇബ്രാഹിം നബി പറഞ്ഞ ആ ഇബ്രാഹിം നബിയുടെ വാദം ബാബിലോണിയക്കാരോട് ഇബ്രാഹിം നബി സംവദിച്ച് അദ്ദേഹം തർക്കിച്ച് അവസാനം അദ്ദേഹത്തിന്റെ വാദമായി അദ്ദേഹം എഴുതിയത് നമ്മളെല്ലാവരും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണത്? ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫസ്സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ. അത് ലോകത്ത് ആദ്യമായി പറഞ്ഞ ഇബ്രാഹിം നബിയാണ്. അതിന്ന് ഏറ്റുചൊല്ലുന്നത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ്. എന്താ വാചകത്തിന്റെ അർത്ഥം? ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫ. ഞാൻ എന്നെ തിരിച്ചു വെക്കുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചു വെച്ച അള്ളാഹുവിലേക്ക് മാത്രമാണ്. സൂര്യനിലേക്ക് ഞാൻ തിരിക്കൂല, കാര്യം സൂര്യൻ ദൈവമല്ല. ചന്ദ്രനിലേക്ക് ഞാൻ തിരിക്കൂല, ചന്ദ്രൻ ദൈവമല്ല. നക്ഷത്രങ്ങളിലേക്ക് ഞാൻ തിരിക്കൂല, കാരണം ചൊവ്വയും ശനിയും ഒന്നും ഒരു ഭാഗ്യവും ഒരു ദൗർഭാഗ്യവും കൊണ്ടുവരുന്ന ഒന്നല്ല. നേരെ മറിച്ച് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫ,
ആ സൂര്യനെയും ചന്ദ്രനെയും മാമലകളെയും കാടുകളെയും കാട്ടാറുകളെയും അലർവിളിക്കുന്ന സമുദ്രത്തെയും ഈ മഹാപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രമാണ് ഞാൻ എന്നെ തിരിച്ചു വെക്കുന്നത്. ഹനീഫൻ, ഒരു വക്രതയുമില്ലാതെ ഒരു വളവുമില്ലാതെ നേർക്കുനേരെ ഋജുമാനസനായ രൂപത്തിൽ അല്ലാഹുവിലേക്ക് ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ആ റബ്ബിനൊരു കൂറുകാരെയും ഉണ്ടാക്കുന്ന ആളല്ല ഞാൻ. ഒരു തരത്തിലും ആ റബ്ബിന് ഒരു തരം പങ്കാളികളെയും കൂറുകാരെയും ഉണ്ടാക്കുന്ന ആളല്ല ഞാൻ. ശിർക്ക് ചെയ്യുന്ന ആളല്ല ഞാൻ. വമാ അന മിനൽ മുശ്രിക്കീൻ, ശിർക്ക് എന്റെ പരിസരത്തു കൂടി പോലും പോവുകയില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം. അങ്ങനെ നടന്നിടത്തൊക്കെ അദ്ദേഹം തൗഹീദ് പറഞ്ഞു, ചെന്നിടത്തൊക്കെ അദ്ദേഹം തൗഹീദ് പറഞ്ഞു, സംവദിച്ചു, സംവാദങ്ങൾ നടത്തി, അള്ളാഹുവിന് വേണ്ടി വാദിച്ചു, റബ്ബിന് വേണ്ടി നടന്നു. അള്ളാഹുവിന് വേണ്ടി നടക്കുന്നതിനിടയിൽ അദ്ദേഹം പാലിക്കേണ്ട അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുകയാണ്. മനസ്സിലാക്കണം, ആ നിർവഹിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിനും ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ. ഒരു കുടുംബമുണ്ട്, മക്കൾ വേണമെന്ന ആഗ്രഹമുണ്ട്. ആ ഇറാഖിലെ ഊറിൽ നിന്ന് ഹിജറ പോരുമ്പോ കൂടെയുണ്ടായിരുന്ന സാറ, അതുപോലെ തന്നെ തന്റെ ഉപ്പയുടെ സഹോദരൻ, ആ സഹോദരന്റെ മകനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരെല്ലാവരും കൂടിയാ ഹിജറ പോകുന്നത്. ആ കുടുംബത്തോടൊപ്പം വരുമ്പോ അദ്ദേഹം റബ്ബിനോട് ഒരു ദുആ നടത്തുന്നുണ്ട്. എന്താ അത്? സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. നിരന്തരമായി അദ്ദേഹം നടത്തിയ ദുആയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ പരീക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈമാനിനെ അല്ലാഹു പരീക്ഷിക്കും. ആ പരീക്ഷണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരിടേണ്ടി വന്നു. ഒരു പരീക്ഷണമല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ? വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഇബ്രാഹിമിനെ പല കലിമത്തുകൾ കൊണ്ട് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഫഅതമ്മഹുൻ, അത് മുഴുവനും പൂർത്തിയാക്കി ഇബ്രാഹിം അലൈഹിസ്സലാം. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല. ആ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരു സ്വീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടത് 30 കാര്യങ്ങളാണ്. 30 കാര്യങ്ങൾ. ആ 30 കാര്യങ്ങളിൽ മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ പരീക്ഷിച്ചു. ഫതമ്മഹുന്ന, അത് മുഴുവനും ആ 30ഉം പൂർത്തിയാക്കി എന്നാണ്. 30 എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ 30 കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ 4 അധ്യായങ്ങളിലായി അല്ലാഹു നമ്മുടെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ട്. 4 അധ്യായങ്ങളിൽ. 1 സൂറത്തുൽ തൗബയിൽ, 2 സൂറത്തുൽ മുഅ്മിനൂനിൽ, 3 സൂറത്തുൽ മആരിജിൽ, മറ്റൊന്ന് സൂറത്തുൽ അഹ്സാബിൽ. ഇങ്ങനെ 4 സൂറത്തുകളിലായി 30 കാര്യം ഇബ്രാഹിം നബിയോട് പറഞ്ഞ 30 കാര്യം നമ്മളോട് അല്ലാഹു പറയുന്നുണ്ട്. ആ 30 കാര്യങ്ങളും പൂർത്തിയാക്കി ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ലത്. മനസ്സിലാക്കണം. ഒന്നെന്താ? സൂറത്ത് തൗബയിൽ പറഞ്ഞത് التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. 10 കാര്യം ഒറ്റയായത്തിൽ പറഞ്ഞു. 10 കാര്യം ഈ ഒറ്റയായത്തിൽ. തൗബ ചെയ്യുന്നവര്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവര്, അള്ളാഹുവിനെ സ്തുതിക്കുന്നവര്, നോമ്പ് നോക്കുന്നവര്, റുക്കൂ ചെയ്യുന്നവര്, സുജൂദ് ചെയ്യുന്നവര്, മാത്രമല്ല ആമിറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവർ, വന്നാഹൂന അനിൽ മുൻകർ, അതേ തിന്മ വിരോധിക്കുന്നവർ, വൽ ഹാഫിദൂന ലിഹുദൂദില്ലാ, അല്ലാഹു അതേ വരച്ചിട്ടുള്ള അതിർവരമ്പുകളെ ലംഘിക്കാത്തവര്. ഇങ്ങനെ 10 കാര്യം ഒറ്റ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون എന്ന് തുടങ്ങി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിന്റെ 1 മുതൽ 13 വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മആരിജിൽ 19 മുതൽ 35 വരെയുള്ള ആയത്തുകളിൽ 10 കാര്യം, ഈ 2 സൂറത്തിലുമായി 10 കാര്യം പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇറങ്ങി വിശദീകരിച്ചാൽ ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നുള്ളത് കൊണ്ട്. പിന്നെ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു 10 കാര്യം പറഞ്ഞു. ഇന്നൽ മുസ്ലിമീന والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ഇവിടെ 10 കാര്യം അല്ലാഹു പറഞ്ഞു. ഇങ്ങനെ മൊത്തം 30 കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ ഉള്ളിൽ അടക്കം ചെയ്യപ്പെട്ടത്. ആ 30 പരീക്ഷണങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയപ്പോ
30 കാര്യങ്ങളിലും ഫഅത്തമ്മഹുന്ന, അദ്ദേഹം അത് പൂർത്തിയാക്കി. അതിന്റെ ഭാഗമാണ് മക്കളില്ലാതെ അള്ളാഹു പരീക്ഷിച്ചു. ക്ഷമ, സബർ. ആ സബർ അള്ളാഹു പരീക്ഷിക്കാൻ, ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിച്ചു. 84 വയസ്സായപ്പോഴാണ് ചരിത്രത്തിൽ ഇബ്രാഹിം നബിക്ക് ഒരു കുട്ടി ഉണ്ടായതായി പറയുന്നത്. 84 വയസ്സായപ്പോ. ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. നിരന്തരമായി നടന്ന് ഈ പറഞ്ഞ എല്ലാ ദൗത്യങ്ങളും നിർവഹിച്ച ആൾ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹം റബ്ബിനോട് ദുആ ചെയ്തു ഒരു കാര്യം. 84-ാമത്തെ വയസ്സിലാണ് അത് പൂർത്തിയാകുന്നത്. മലപ്പുറം ജില്ലയിലെ ചേന്നരയിൽ ഒരു വിവാദം ഉണ്ടായി. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. മലപ്പുറം ജില്ലയിലെ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹത്തിന് സന്താനമുണ്ടായില്ല ജീവിതത്തിൽ. അള്ളാഹു പരീക്ഷിച്ചതാണ്. അദ്ദേഹം ജാറങ്ങളിൽ, മക്ബറകളിൽ, ദർഗകളിലൊക്കെ കയറി ഇറങ്ങി നേർച്ചകളും നിവേദ്യങ്ങളൊക്കെ അർപ്പിച്ചു. സന്താനമുണ്ടായില്ല. അവസാനം ഹജ്ജിന് പോയി അദ്ദേഹം. കഅബയൊക്കെ തവാഫ് ചെയ്ത് സഫാ മർവക്കടയിലേക്ക് ഓടി നാട്ടിൽ വന്നു. വർഷങ്ങൾ കഴിഞ്ഞു, സന്താനം ഉണ്ടായില്ല. അപ്പോഴാണ് അദ്ദേഹത്തോട് ഒരാൾ ഉപദേശിച്ചത്, നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു തുലാഭാരം നടത്തിയാൽ ചിലപ്പോൾ ഉണ്ടായേക്കും. അപ്പൊ ഇദ്ദേഹം ചിന്തിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം, ഗുരുവായൂരപ്പൻ സമതാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. ദൈവമാണെന്ന് വിശ്വസിക്കാതെ, സമതാണെന്ന് വിശ്വസിക്കാതെ എന്തെടുക്കാം, നമുക്ക് ഒരു നേർച്ച നേരാന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് അദ്ദേഹം തുലാഭാരം നടത്താൻ നേർച്ചയാക്കി. അപ്പൊ അള്ളാഹു ഇസ്തിദ്റാജ് എന്നാ പറയാ, പണി കൊടുക്കലാണ് അർത്ഥം. ഇസ്തിദ്റാജ്. അള്ളാഹു ഒരു സന്താനത്തെ കൊടുത്തു, ഒരു ആൺകുട്ടിയെ കൊണ്ട് കൊടുത്തു. ഉടൻ തന്നെ ഉപദേശിച്ച ആൾ വന്നു, വേണ്ടോ ഇപ്പൊ സക്സസ് ആയില്ലേ? ഓ സക്സസ് എന്ന് പറഞ്ഞു. ഇയാൾ നേരെ പോയി അമ്പലത്തിൽ തുലാഭാരം നടത്തി. ഗുരുവായൂർ അമ്പലത്തിൽ തുലാഭാരം നടത്തി. പത്രത്തിൽ അത് വാർത്തയായി. ഉടൻ തന്നെ മഹല്ലളകി. ആളുകൾ രംഗത്ത് വന്നു. സെക്രട്ടറിയും പ്രസിഡന്റും പൊതുയോഗം വിളിച്ചു. ആകെ പ്രശ്നം. എന്തേ പറഞ്ഞത്? അബൂബക്കർ ഹാജി കാഫറായി, 2ാം ഷഹാദത്ത് ചൊല്ലാതെ ഇനി നമ്മൾ എടുക്കൂല എന്ന് പറഞ്ഞു. അബൂബക്കർ ഹാജി ചോദിച്ചു, ഞാൻ മുമ്പൊക്കെ ചെയ്ത പരിപാടി ഉണ്ടല്ലോ, അതന്നെ ഇവിടെയും ചെയ്തത്. സമതാണെന്നോ ഇലാഹാണെന്നോ എനിക്ക് വിശ്വാസമില്ല. ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് നോക്കിയതാണ് ഒരു കൈ. അപ്പോ കമ്മിറ്റി കൂടി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 2ാം ഷഹാദത്ത് ചെല്ലാതെ സ്വീകരിക്കൂല എന്ന്. അങ്ങനെ അബൂബക്കർ ഹാജി 2ാം കലിമ ചെല്ലേണ്ടി വന്നു. ഷഹാദത്ത് 2ാമത് ചെല്ലേണ്ടി വന്നു. ചേന്നരയിൽ, മലപ്പുറം ജില്ലയിലെ ചേന്നരയിൽ അബൂബക്കർ ഹാജി അങ്ങനെയാണ് അറിയപ്പെട്ടത്. അബൂബക്കർ എന്ന് മാത്രമല്ല, അബൂബക്കർ ഹാജി എന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ. ഹാജി എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോയ ആള് എന്നാ. ആ കഅബാലയത്തിന്റെ ഹജ്ജിന്റെ ചരിത്രം എന്താണ്? ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ്. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലാണ് റബ്ബി ഹബിലീ മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ ഒരു സന്താനത്തെ റബ്ബേ എനിക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിരന്തരം പ്രാർത്ഥിച്ച് അവസാനം എന്റെ 84-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ജനിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഇസ്മായിൽ എന്ന കുട്ടി ജനിക്കുകയാണ്. ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത നിർദ്ദേശം. എന്താ നിർദ്ദേശം വന്നത്? ഈ കുട്ടിയുടെ ഉമ്മയുമായി നീ പോവുക. എങ്ങോട്ടാ പോകേണ്ടത്? ആരോരുമില്ലാത്ത പ്രദേശത്തേക്കാണ്. അന്ന് മക്കയിൽ ഒരു മനുഷ്യനില്ല, വെള്ളമില്ല, ഒന്നുമില്ല. നമുക്ക് ചരിത്രം അറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഇണയെ കൂട്ടി നേരെ പോയി മക്കത്തേക്ക്. ഈജിപ്തിൽ വഴി നടന്നിട്ട് എത്ര കിലോമീറ്റർ നടക്കണം നമ്മൾ ആലോചിച്ച് നോക്കും. മക്കത്തേക്ക് ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്. ആ വെള്ളം ഹാജർ അലൈഹിസ്സലാം കുടിക്കുകയും അതുപോലെ തന്നെ കുട്ടിക്ക് മുലയൂട്ടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ നടന്നവർ ആരോരുമില്ലാത്ത മക്കയിൽ. ഇന്നും മക്കയെ സംബന്ധിച്ച് നമുക്കറിയാം, മലമടക്കുകൾ കൊണ്ട് നിറക്കപ്പെട്ടതാണ് മക്ക. ഒന്നും അവിടെ കാണാനില്ല, ആകർഷണീയമായി ഒന്നുമില്ല. ആളുകൾ മൂന്നാറേക്കും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ടൂറിസ്റ്റുകായി പോകാറുണ്ട്. ടൂറിസം അതിന്റെ ഭാഗമായി ടൂറിസ്റ്റായി പല പ്രദേശങ്ങളിലേക്കും പോകാറുണ്ട്. ദുബൈയിൽ പോകുന്നവരുണ്ട്, അമേരിക്കയിൽ പോകുന്നവരുണ്ട്, സ്വിറ്റ്സർലൻഡിൽ പോകുന്നവരുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിലെ പ്രദേശങ്ങളിൽ പോകുന്നവരുണ്ട്. ഈ പോകുന്നവർക്കൊക്കെ അവിടെ എന്തെങ്കിലും ആകർഷണീയമായതുണ്ടാകും, അതിലേക്ക് ആകർഷിച്ചിട്ടാ പോകല്ലേ. പക്ഷെ മക്കയിലേക്ക് ഒരാൾക്ക് പോകാൻ എന്താ ഉള്ളത്? ഈ പറയുന്ന ഏതെങ്കിലും പ്രകൃതി സൗന്ദര്യമുണ്ടോ അവിടെ കാണാൻ? ഇല്ല. പരുക്കൻ മലകൾ മാത്രമാണ്. അവിടേക്കൊരു മനുഷ്യൻ പോകുന്നുവെങ്കിൽ അത് ലോകത്തിന്റെ ഇലാഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെയാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സൗന്ദര്യവും ഒരു ആകർഷണീയതയും ആ പ്രദേശത്തിന് അള്ളാഹു കൊടുക്കാത്തത് എന്ന് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അങ്ങോട്ട് പോകുന്ന ആളുകൾ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് മാത്രം പോകേണ്ട ആളുകളാണ്. അവിടേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം നടന്നു ചെല്ലുകയാണ്. തന്റെ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച്, തന്റെ ഇണയെ ഉപേക്ഷിച്ച് തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. ആ രംഗം ഹദീസുകൾ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ പ്രത്യേകമായ ഭാഗമായിക്കൊണ്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആ രംഗത്തെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം
തിരിഞ്ഞു പോകുമ്പോ പുറകെ വരുന്നു ആ ആ ഉമ്മ, ആ സ്ത്രീ. അന്നവർക്ക് ഏതാണ്ട് 20 വയസ്സ് 19 വയസ്സ് എന്നൊക്കെയാണ് ചരിത്രത്തിൽ കാണുന്നത്. ആ ചെറുപ്പക്കാരിയായ ഉമ്മ നടന്നു വരികയാണ് ഇബ്രാഹിം നബിയുടെ പുറകെ. വന്നിട്ട് ചോദിക്കുകയാണ്, ഇലാ ഐന തത്റുകുന, ഇലാ ഐന തത്റുകുന, ഇലാ മൻ തത്റുകുന. ആരെ ഏൽപ്പിച്ചിട്ടാ പോണത്? എവിടേക്കായി പോകുന്നത്? എവിടെ ഇട്ടിട്ടായി പോകുന്നത്? ചോദ്യങ്ങൾ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഹാജർ അലിഹസലാം ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. മറുപടി ഒന്നില്ല. മറുപടി പറയാതെ നടക്കുകയാണ്. ലമ്മാ ബലഗൂ അദാ അദാ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ വീണ്ടും ഹാജർ അലൈഹിസ്സലാം ഉറക്കെ ചോദിച്ചു, ഇലാ മൻ തത്റുകുന, ആരെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്? ഉടൻ തന്നെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നിന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട്, ഇലല്ലാഹ്, അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, റബ്ബിലേക്ക് ഉപേക്ഷിച്ചാണ് പോകുന്നത്. അത് കേൾക്കേണ്ട താമസം മഹദി പറയുന്ന ഒരു വാചകമുണ്ട്, റളീതു ബില്ലാഹ്, അള്ളാഹുവിനെ ഏൽപ്പിച്ചാണ് പോകുന്നതെങ്കിൽ ഞാൻ തൃപ്തിപ്പെട്ടു, എനിക്ക് റബ്ബ് മതി, റളീതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ ആ മനുഷ്യന്റെ നെഞ്ചൊന്ന് പിടയുന്നുണ്ട്. ചില തഫ്സീറുകളിൽ കാണാം അദ്ദേഹം നിലത്ത് വീണുപോയി എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കാര്യം ഇബ്രാഹിം നബിയുടെ പ്രത്യേകത ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന ഇബ്രാഹിം അൽ ഹലീം, അങ്ങേറ്റം സഹനമുള്ള ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങേറ്റം സഹനമുള്ള ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അത്രത്തോളം മനുഷ്യരോട് അടുപ്പമുള്ള, മനുഷ്യരോട് വളരെ അധികം അടുപ്പവും സ്നേഹവും ഉള്ള വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അത് ഖുർആൻ മറ്റൊരിടത്ത് വിശദീകരിക്കുന്നുണ്ട്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത എന്ന് ഗേക്കളായിരുന്നു. ഗേ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ലോകത്ത് ഏറ്റവും അധികം ചർച്ചയുള്ള വിഷയമാണിത്, ജെൻഡർ ഇഷ്യൂ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജെൻഡർ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടതിനെ സംബന്ധിച്ച് വളരെ വലിയ ചർച്ച നടക്കുന്ന കാലമാണ്. അതിന്റെ ഭാഗമായി ഗേകളെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മുതുമുത്തച്ഛന്മാരായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത, ആ ജനത അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് അതുവഴി പോയ മലക്കുകൾ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിലേക്ക് പോയ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലൊന്ന് കയറുന്നുണ്ട്. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഭക്ഷണം ഒരുക്കുന്നത്, മൂരിയെറുക്കുന്നത്, സൽക്കരിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ അവര് പറയുകയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരല്ല, ഞങ്ങൾ മലക്കുകളാണ്. ഇബ്രാഹിം നബി പേടിച്ചു പോയി. കാര്യം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്തേ ഇവർ കഴിക്കാത്തത്? എന്റെ പെരുമാറ്റത്തിൽ വല്ല പ്രശ്നമുണ്ടായോ? എന്തേ ഇവർ ഭക്ഷിക്കാത്തതെന്നൊക്കെ ശങ്കിച്ച് നിൽക്കുമ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവർ പറയും, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരല്ല. ഞങ്ങൾ താങ്കളുടെ പിതാവിന്റെ സഹോദരന്റെ മകനുണ്ടല്ലോ, ആ ലൂത്തിന്റെ ജനതയിലേക്ക് പോവുകയാണ്. അവരെ നശിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഉടൻ തന്നെ ഇബ്രാഹിം നബിയുടെ സ്വഭാവം മാറിയുന്നതാണ്. ഇബ്രാഹിം നബി ഒരു താർക്കികനായി മാറി. ഖുർആൻ പറയാണ്, ഇബ്രാഹിം നബി മലക്കുകളോട് തർക്കിച്ചു, നിങ്ങൾ എന്തിനാണ് അവരെ കൊല്ലുന്നത്? ആ സമൂഹത്തെ എന്തിനാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്? അവരോട് നമുക്ക് പറഞ്ഞു നന്നാക്കാം, അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസന്മാർഗികമായ ഇടപെടൽ നമുക്ക് ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങൾ തേടാം. എന്തിനാണ് നിങ്ങൾ അവരെ നശിപ്പിക്കുന്നത് ചോദിച്ച് അവരോട് ഇബ്രാഹിം നബി തർക്കിച്ചു എന്ന് പറഞ്ഞിട്ടാ ഖുർആൻ പറയുന്നത്. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങേറ്റം സഹനമുള്ള ആളാണ്. എന്നുവെച്ചാൽ ഈ പറയുന്ന അസാൻമാർഗിക മാർഗത്തിൽ ജീവിക്കുന്ന ഒരു തലമുറ നശിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് ഇല്ലാതാകരുതെന്ന് കൊതി അദ്ദേഹത്തിന്റെ ഖൽബിലുണ്ടായി. അദ്ദേഹം അവിടെ പോലും മലക്കുകളോട് തർക്കിച്ചു എന്ന് ഖുർആൻ പറയാണ്. അത്ര സഹനമുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് തിരിച്ചു വരുമ്പോ നെഞ്ചു പടഞ്ഞു പോകുന്നത്. അവിടുന്ന് ദുആ ചെയ്തു. എന്താണ്? ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم فتقبل مني واجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. അല്ലാഹുവേ, ആരോരുമില്ലാത്തിടത്ത്, ഒരു പുല്ല് പോലും മുളക്കാത്തിടത്ത് നിന്റെ പരിശുദ്ധമായ ബൈത്തിന്റെ സമീപത്ത് എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് ഞാൻ പോരുകയാണ്. അവിടെ ഞാൻ താമസിപ്പിച്ചവരെ അവിടെ ഇറക്കി വെച്ച് ഞാനിതാ മടങ്ങി പോരുമ്പോ അല്ലാഹുവേ, എന്റെ മനസ്സിന്റെ തേട്ടം അവർ നിസ്കരിക്കുന്നവരാകണം എന്ന് മാത്രമല്ല, അതേ അല്ലാഹുവേ, ലോക മനസ്സുകൾ അവരിലേക്ക് നീ ഇണക്കി കൊടുക്കണേ അല്ലാ, തിരിച്ചുവിടണേ അല്ലാ. അതുപോലെ തന്നെ കായികനികൾ അവർക്ക് നീ ഭക്ഷണമായി നൽകണേ അല്ലാ. ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി.
ഈ ദുആ നടത്തിയിട്ട് ഇബ്രാഹിം നബി തിരിച്ചു പോരുന്നത്. ഇത് പിന്നീട് പല ആളുകളും വായിച്ചു. പ്രത്യേകിച്ച് ദീനി വിരോധികൾ, എക്സ് മുസ്ലിം എന്നും അല്ലാത്ത പേരിലൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അവർ പറഞ്ഞു, എത്ര ക്രൂരനാണ് ഈ പറയുന്ന അബ്രഹാം, എന്തൊരു ചതിയാണ് അയാൾ ചെയ്യുന്നത്, എന്തൊരു ക്രൂരതയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരു മനസാക്ഷിയുമില്ലാതെ ഇതാ ഒരു സ്ത്രീയെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും കൊണ്ടുപോയി ഉപേക്ഷിച്ചു വന്നയാൾ എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ ആക്ഷേപിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ നമുക്കെല്ലാവർക്കും ചരിത്രമറിയാം. അവിടെ ആ കുഞ്ഞും ആ ഉമ്മയും ബാക്കിയായി. അള്ളാഹുവിൽ ഏൽപ്പിച്ച് തൗഹീദിന്റെ വഴിയിൽ ജീവിച്ച ഉമ്മയും കുഞ്ഞും അവിടെ ബാക്കിയായി. വെള്ളപ്പാത്രത്തിലെ വെള്ളം തീർന്നു. കുഞ്ഞാവട്ടെ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. മാറോട് എടുത്തു വെച്ച് കുഞ്ഞിന് അമ്മിഞ്ഞു കൊടുക്കാൻ നോക്കുമ്പോ മുലവറ്റിപ്പോയി. കുഞ്ഞിന് പാലില്ല. കുഞ്ഞിനെ എവിടെ കിടത്തിയിട്ട് ആ ഉമ്മ ഓടി. ചരിത്രം അറിയാമല്ലോ നമുക്കെല്ലാവർക്കും. ആദ്യം സഫയിലേക്ക്, പിന്നെ മർവയിലേക്ക്, പിന്നെ സഫയിലേക്ക്, പിന്നെ മർവയിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. ആ ഓടുന്ന ഓട്ടത്തിനിടയിൽ കുഞ്ഞിങ്ങനെ വാവിട്ട് നിലവിളിക്കുകയാണ്. ഉദിക്കുന്ന സൂര്യൻ, ആ സൂര്യന്റെ താപമേറ്റുകൊണ്ട് ദിവസങ്ങളായി ആ രാത്രിയിലും പകലിലും വൈകുന്നേരത്തിലുമായി ആരോരുമില്ലാത്ത ഇടത്ത് ഒറ്റക്കാ കുഞ്ഞുമുമ്മയും താമസിച്ച അവസാനം വാവിട്ട് നിലവിളിച്ച് കിടക്കുന്ന കുഞ്ഞു ഒരിറ്റ് വെള്ളം പോലും ചുണ്ടു നനക്കാനില്ലാതെ കിടക്കുമ്പോ ആ ഓട്ടത്തിനിടയിൽ ഹാജർ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഞാൻ ഓടി വന്ന് എന്റെ കുഞ്ഞിനെ നോക്കുമ്പോ എന്റെ കുഞ്ഞിങ്ങനെ മരണത്തിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്റെ കുഞ്ഞിങ്ങനെ ആ മരണത്തിലേക്ക് ഇഴഞ്ഞു പോകുന്നത് പോലെ. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജർ അലൈഹിസ്സലാം ഓടുകയാണ്. അപ്പോഴാണ് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. ഇമാം തബരി വിശദീകരിക്കുന്നു, ആ ശബ്ദം കേട്ടപ്പോ ഹാജർ അലൈഹിസ്സലാം ഇവിടെ ഒരു മനുഷ്യൻ വന്നു എന്ന് മനസ്സിലാക്കുകയാണ്, വിചാരിക്കുകയാണ്. തദുന്നുഹു ബശറൻ, ഒരു മനുഷ്യൻ വന്നു എന്നവർ വിചാരിക്കുകയാണ്. അത് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ ഇതും കുഫറിലേക്ക് കൊണ്ടുപോകും, ഇതും തെളിവാക്കി കൊണ്ടുപോകും ആളുകൾ. ഇവര് ചെറിയ വളരെ കൃത്യമായി പറയാണ്, അവർ വിചാരിച്ചു തദുന്നുഹു ബശറൻ, ആ ശബ്ദം കേട്ടപ്പോ ഏതോ മനുഷ്യൻ ഇവിടെ ഹാജരായി എന്ന് ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമിന് തോന്നുകയാണ്. ഉടൻ തന്നെ അവർ പറഞ്ഞു, എന്തെങ്കിലും താങ്കളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്ക്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സഹായിക്ക്. ഹാജർ അലൈഹി സ്വലാം പറയുമ്പോ ഇതാ അവിടേക്ക് വന്നയാൾ ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമോട് ചോദിക്കുകയാണ്, മൻ അൻസ്, നിങ്ങൾ ആരാണ്? അവര് പറഞ്ഞു, ഉമ്മു ഇസ്മായിൽ, ഈ കിടക്കുന്ന ഇസ്മായിലിന്റെ ഉമ്മയാണ്. ആരാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? അവ പറഞ്ഞു, ഇബ്രാഹിമാണ്. മാത്രമല്ല അടുത്ത ചോദ്യം, ഇലാ ഐൻ വക്കലക്കുമ, നിങ്ങളെ എവിടെ ഏൽപ്പിച്ചാ പോയത്? അല്ലെങ്കിൽ ഇലാമൻ വക്കലക്കുമ, ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അദ്ദേഹം? ഉടൻ തന്നെ ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, ഇലല്ലാഹ്, അള്ളാനെ ഏൽപ്പിച്ചിട്ടാ പോയത്. ഉടൻ തന്നെ വന്ന ആള് പറയാണ്, വക്കലക്കുമ ഇലാ കാഫ്, മതിയായ ആളെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയി അദ്ദേഹത്തിന്റെ ആ ചിറക് കൊണ്ട് കഅബാലയത്തിന്റെ സമീപത്ത് അദ്ദേഹം കുത്തുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു അത്. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കുത്തിയ ആ കുത്തലിൽ, അല്ലെങ്കിൽ ആ ഒരു ഇളക്കം ഭൂമിയിൽ ഉണ്ടാക്കിയ ഇളക്കലിൽ, അവിടെ നിന്നാണ് ഒരു ഉറവ പുറത്തേക്ക് ചാടിയത്. ഉറവ ഇങ്ങനെ കാണുമ്പോ മഹദി ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം ഓടിച്ചെന്ന് കൈകൊണ്ടത് പൊത്തിപ്പിടിച്ചു. റസൂല് പറഞ്ഞു, ലൗ തറകതുഹു കാനൽ മാഉ ളാഹിറ, അവരത് തടഞ്ഞു വെച്ചില്ലായിരുന്നെങ്കിൽ ഒരു പുഴയായത് പുറത്തേക്ക് ഒഴുകുമായിരുന്നു. മനസ്സിലാക്കണം, ഹാജർ അലൈഹിസ്സലാം തടുത്തു വെച്ചു. അതാണ് ലോകത്ത് ഇന്നും അത്ഭുതകരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സംസം എന്ന ഉറവ. അത് കിണറല്ല, നേരെ മറിച്ച് അതൊരു ഉറവയാണ്. ഉറവ കിണറാണ്, കിണർ ഉറവയാണ്. അത് ലോകാത്ഭുതമായി ഇന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി അത് ലോകത്ത് ഒരു സംസ്കാരത്തിന് വിജാഭാവം നൽകി വളർത്തി വലുതാക്കി അതിന്റെ ചിഹ്നമായി, അടയാളമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് മദീനയിൽ നിന്ന് ഉംറ നിർവഹിക്കാൻ വരുമ്പോ ക്യാനുകളിൽ അല്ലെങ്കിൽ തോൽപാത്രങ്ങളിൽ വെള്ളമെടുത്തു കൊണ്ടുപോകുമായിരുന്നു എന്നാണ്. സംസം, ആ സംസം റസൂൽ ശേഖരിച്ചു കൊണ്ടുപോകുമായിരുന്നു. അവിടെയാണ് പിന്നീട് സംസ്കാരങ്ങൾ വളർന്നത്. ആ ഉമ്മയും കുഞ്ഞും അവിടെ ബാക്കിയായി, വെള്ളം കുടിച്ച് സംസം കുടിച്ച് വളർന്നു വലുതായി. കാലം പിന്നെയും മുന്നോട്ട് പോയി. കുറെ കാലം ഇങ്ങനെ പോകുമ്പോ ഒരു സംഘം ആളുകൾ അതിലെ പോയതായി കാണാം. അറബികളായ യമൻ ദേശക്കാരായ ജുർഹൂം ഗോത്രക്കാരായ ഒരു സംഘം ആളുകൾ
ഇതൊന്നും അറിയാതെ ആ മലമടക്കുകൾക്കിടയിലൂടെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പോകുമ്പോ ആ യാത്രാ തലവൻ നോക്കുമ്പോൾ, യാത്രാ സംഘം നോക്കുമ്പോൾ ഫഇദാഹും ബിത്വയ്ർ, ഒരിടത്ത് ഇങ്ങനെ പക്ഷികൾ പാറുകയാണ്. പക്ഷികൾ ഇങ്ങനെ പാറുകയാണ്. യാത്രയിലെ നേതാവ് പറഞ്ഞു, മാ യകൂനു തയ്റു ഇല്ലാ അലാ മാ, വെള്ളമുണ്ടാകും അവിടെ, എന്തുകൊണ്ടാണ് പക്ഷികൾ പാറുന്നത്? ആരെങ്കിലും ഒന്ന് പോയി നോക്കിയാലും. ഫബഅഥു റസൂലഹും, ഒരാളെ പറഞ്ഞു വിട്ടു. അയാൾ പോയി നോക്കുമ്പോ അവിടെ വെള്ളമുണ്ട്. വെള്ളം മാത്രമല്ല, ഒരു ഉമ്മയുണ്ട്. ഉമ്മ മാത്രമല്ല, ഒരു കുഞ്ഞുമുണ്ട്. ആ സംഘം വിവരമറിഞ്ഞപ്പോ നേരെ അങ്ങോട്ട് പോയി. അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ജുർഹും ഗോത്രക്കാരാണ്, യമനികളാണ്, യാത്ര പോകുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഒരല്പം വെള്ളം ഇവിടുന്ന് എടുത്താൽ കൊള്ളാം, അതിന് അനുവാദം ഉണ്ടാകോ? ഹാജർ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ആവശ്യത്തിന് വെള്ളം എടുത്തുകൊള്ളുക. അവരുടെ പാത്രങ്ങളിൽ വെള്ളം നിറച്ചു. എന്റെ ഒട്ടകപ്പുറത്തേക്ക് കയറ്റിവെച്ചു. അവരിങ്ങനെ പോകാനൊരുങ്ങുകയാണ്. പോകുന്നതിനിടയിൽ അവർ തിരിച്ചു വന്നു. പോകാനൊരുങ്ങിയിട്ട് അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ചോദിച്ചു, യാ ഉമ്മ ഇസ്മായിൽ, ഓ ഉമ്മ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ, ഞങ്ങൾ ഇവിടെ താമസിക്കാൻ നിങ്ങൾ അനുവദിക്കോ? കാരണം ഞങ്ങൾ അങ്ങ് അകലെ ജീവിക്കുന്നവരാണ്. അവിടെ ആവശ്യത്തിന് വെള്ളമില്ല, താമസ സൗകര്യങ്ങളില്ല. ഇവിടെ നിങ്ങൾ തനിച്ചാണ്. നിങ്ങൾക്കൊരു കൂട്ടാകും, ഞങ്ങൾക്ക് നല്ലൊരു ജീവിതവുമാകും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചാൽ നിങ്ങൾക്ക് വല്ല വിരോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉടൻ തന്നെ മറുപടി വന്നു, ഒരു വിരോധവും ഇല്ല, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇങ്ങനെ ജുർഹും ഗോത്രം അവിടെ താമസം ആരംഭിച്ചു. ആ കുടുംബം ഇങ്ങനെ വളർന്നു വലുതായി. ഇസ്മായിൽ നബിയും വളർന്നു വലുതായി. അങ്ങനെ അദ്ദേഹം പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോ സ്വാഭാവികമായും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വിവാഹം കഴിക്കേണ്ടി വന്നു. എവിടുന്നാ വിവാഹം കഴിക്കാനുണ്ട് ആളുള്ളത്? എവിടുന്നില്ല. ജുർഹും ഗോത്രത്തിൽ അന്ന് വന്നു ചേർന്ന കുടുംബത്തിൽ നിന്നൊരു സ്ത്രീയെ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം വിവാഹം ചെയ്തു. അവർക്ക് മക്കളുണ്ടായി, പരമ്പരകളുണ്ടായി. ആ മക്കൾക്ക് മക്കളുണ്ടായി. പരമ്പരകളൊന്നായി ഇങ്ങനെ മാറി മാറി വന്നു. അവസാനം ആ പരമ്പരയിൽ അദ്നാൻ വന്നു. അദ്നാന്റെ മകനായി മഅദ് വന്നു. മഅദിന്റെ മകനായി നിസാർ വന്നു. നിസാറിന്റെ മകനായി മുദർ വന്നു. മുദറിന്റെ മകനായി ഇല്യാസ് വന്നു. ഇല്യാസിന്റെ മകനായി മുദ്രിക വന്നു. മുദ്രിക്കയുടെ മകനായി ഹുസൈമ വന്നു. ഹുസൈമയുടെ മകനായി കിനാന വന്നു. കിനാനയുടെ മകനായി നദർ വന്നു. നദറിന്റെ മകനായി മാലിക്. മാലിക്കിന്റെ മകനായി ഫിഹിർ. ഫിഹിറിന്റെ മകനായി ഗാലിബ്. ഗാലിബിന്റെ മകനായി ലുഅയ്. ലുഅയിന്റെ മകനായി കഅബ്. കഅബിന്റെ മകനായി മുറ. മുറയുടെ മകനായി കിലാബ്. കിലാബിന്റെ മകനായി ഖുസൈർ. ഖുസൈന്റെ മകനായി അബ്ദുമനാഫ്. അബ്ദുമനാഫിന്റെ മകനായി ഹാഷിം. ഹാഷിമിന്റെ മകനായി അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മകനായി അബ്ദുള്ള. അബ്ദുള്ളയുടെ മകനായി ലോകത്തിന്റെ രാജാവ്, മദീനയിലെ ജേതാവ്, ലിവാഹുൽ ഹംദിന്റെ വാഹകൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് കടന്നു വരികയാണ്. ഇതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്, റബ്ബിന്റെ നടപടിക്രമം എന്നുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോ അവിടെ തന്റെ പിഞ്ചോമനയെയും അതുപോലെ തന്നെ തന്റെ പ്രിയതമയെയും ഉപേക്ഷിച്ചു പോകുമ്പോ ആ കാലഘട്ടത്തെ നോക്കിയിട്ട് ഇബ്രാഹിം നബിയെ പഴിച്ചവരുണ്ടാകും, ആക്ഷേപിച്ചവരുണ്ടാകും. നിറയില്ലാത്തവൻ, അതുപോലെ തന്നെ കൂറില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചവനുണ്ടാകും. പക്ഷേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉറപ്പാണ് റബ്ബിന്റെ തീരുമാനം. അള്ളാഹുവിനെ സമർപ്പിക്കുന്നത് അതൊരിക്കലും പാഴ്വിലല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, ഇന്നല്ലാഹ ലാ യുളീഉ അമലൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ അമലുകളെ അള്ളാഹു പാഴാക്കി കളയില്ല. റബ്ബിന് കൊടുക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. പ്രത്യേകിച്ച് ഈ സരണി, ആ വഴി എന്തിനാണെന്നറിയോ? എന്തിനാണ് ഈ സാഹസം? എന്തിനാണ് ഈ സാഹസം? എന്തിനാണ് ഈ സാഹസം എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ: തൗഹീദ്. തൗഹീദ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നടത്തമാകട്ടെ, ആ പ്രവാചകന്മാരുടെ കാലടികളാകട്ടെ, അവരുടെ അധ്വാനമാകട്ടെ, അവരുടെ പരിശ്രമമാകട്ടെ, അവരുടെ ഇടപെടലാകട്ടെ, ഇതിന്റെ എല്ലാത്തിന്റെയും ഉദ്ദേശം എന്താ? തൗഹീദ്. തൗഹീദ്. അതുകൊണ്ട് തന്നെയാണ് അവ്വലു മുലബ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് ഓരോ ഹാജിയും പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകുന്നത്. ഓരോ ഹാജിയും കഅബാലയത്തിലേക്ക് പോകുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരുടെ മനസ്സിൽ ശിർക്കിന്റെ അംശം പാടില്ല. ശിർക്കുമായിട്ടല്ല പോകേണ്ടത്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരത്തെ പറഞ്ഞതുപോലെ ഇറാഖിലെ ഊറിൽ നിന്ന് ഫലസ്തീനിലേക്കും, ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്കും, ഈജിപ്തിൽ നിന്ന് മക്കയിലേക്കും
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞു വിടുമ്പോ ആ മക്കയിലേക്ക് എത്തിയ ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ അത്? وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ وَأَذِّنْ فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ يَأْتِينَ مِنْ كُلِّ فَجٍّ عَمِيقٍ وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ ഇബ്രാഹിമിന് നാം ഒരുക്കി കൊടുത്ത സന്ദർഭം എന്ത്? മക്കാനൽ ബൈത്ത്, പരിശുദ്ധമായ കഅബാലയം അല്ലെങ്കിൽ ആ വീടിന്റെ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അടിത്തറ ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞത് ലാ തുശ്രിക് ബി ശൈആ, എന്നിൽ യാതൊന്നിനെയും ഒരു കുറുകാരെയും ഉണ്ടാക്കാൻ പാടില്ല. വതഹിർ ബൈതിയ ലിത്വാഇഫീന വൽഖായിമീന വറുക്കഇ സുജൂദ്, റുകൂ ചെയ്യുന്ന സുജൂദ് ചെയ്യുന്ന അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധമായ ആലയത്തെ നിങ്ങൾ വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക, വെടിപ്പാക്കുക. എന്നിട്ട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യൗതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എന്നിട്ട് അങ്ങ് വിളിക്കുക. എന്തിനു വേണ്ടി? ഹജ്ജിന് വേണ്ടി. എന്നിട്ട് നിങ്ങൾ വിളിക്കുക. എന്തിനു വേണ്ടി? ഹജ്ജിന് വേണ്ടി. ആളുകളെ ഹജ്ജിന് വേണ്ടി വിളിക്കുക. അത് ഇബ്രാഹിം നബി അള്ളാഹ് ഏൽപ്പിച്ചതാണ്. ഇബ്രാഹിം നബി അള്ളാഹ് ഏൽപ്പിച്ചതാണ്. അതിന്റെ നമുക്കറിയാം, ഇന്ന് നമ്മൾ ജീവിക്കുമ്പോ അള്ളാഹു എന്തിനാണ് ഇബ്രാഹിം നബി ഏൽപ്പിച്ചത് എന്നുള്ളത് അത്ഭുതകരമായി നമുക്ക് തോന്നും. കാരണം ലോകത്ത് നബിമാര് വരാത്തിടല്ല കഅബാലയം. ആദം നബിയുടെ ഹിസ്റ്ററി ഉണ്ട്. ആദം നബിയുടെ ചരിത്രത്തിൽ ഇമാം ത്വബരി തന്റെ താരീഖിൽ രേഖപ്പെടുത്തിയത് അദ്ദേഹം ഇന്ത്യയിലാണ് വന്നത് എന്നാണ്. ഇന്ത്യയിലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയത്. ചിലത് ശ്രീലങ്കയിലാണെന്നാണ്. നമുക്കറിയാം, ചെരമാൻ പെരുമാളിന്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ ചെരമാൻ പെരുമാളിനെ കാണാനിറങ്ങിയ ആളുകൾ അവർ സിലോണിലേക്ക്, ശ്രീലങ്കയിലേക്ക് പോകുന്ന വഴിക്കാണ് ചെരമാൻ പെരുമാളിനെ കാണാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ ഇറങ്ങിയത് എന്നാണ് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. എന്തിനാ സിലോണിലേക്ക് പോകുന്നത്? അവിടെയാണ് ആദം മല എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഏതായിരുന്നാലും ഈ പരിസരത്തിലാണ് ആദം നബി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വരവിനെ കുറിച്ച് ചരിത്രത്തിലുള്ള രേഖകളിലുള്ളത് എങ്കിൽ ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാം നേരെ മക്കത്തേക്ക് പോയ ചരിത്രമുണ്ട്. ആദം അലൈഹിസ്സലാം നേരെ മക്കത്തേക്ക് പോയ ചരിത്രമുണ്ട്. ആദം നബി മാത്രല്ല, പരിശുദ്ധമായ ആ മിനയുടെ ഓരത്ത് നിൽക്കുന്ന ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഖൈഫ് എന്ന പേരുള്ളൊരു പള്ളി. മസ്ജിദുൽ ഖൈഫ് മിനയിലെ പള്ളിയാണ്. ജംറയുടെ സമീപത്തുള്ള പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ്. ആ മസ്ജിദുൽ ഖൈഫിൽ 70ഓളം പ്രവാചകന്മാർ നിസ്കരിച്ചിട്ടുണ്ടെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി 70 നബിമാർ നിസ്കരിച്ച സ്ഥലമാണ്. എന്നുവെച്ചാൽ അമ്പിയാക്കളെല്ലാം മക്കത്തൂടെ പോയ ആളാണ്. പക്ഷേ ഹജ്ജിന് വിളിക്കാൻ അള്ളാഹ് ഏർപ്പെടുത്തിയത് ഇബ്രാഹിം നബിയാണ്. ഹജ്ജിന് വേണ്ടി ആളുകൾ വിളിക്കാൻ, മക്കയിൽ വന്ന് വിളിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആൾ ഇബ്രാഹിം നബിയാണ്. മക്കയിൽ വന്ന് വിളിക്കണം ആളുകളെ ഹജ്ജിന്. ഇറാഖിയായ ഊർ പട്ടണത്തിൽ ജനിച്ച, മഹ്ജറായി ഹിജറ പോയ, ഫലസ്തീനിൽ ജീവിച്ച, ഈജിപ്തിൽ കൂടെ നടന്നുപോയ ഇബ്രാഹിം നബി അവിടുന്ന് നടത്തിച്ച് മക്കത്ത് കൊണ്ടുവന്നിട്ട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിലേക്ക് ജനങ്ങളെ വിളിക്കണം. കാരണം ലോകത്ത് പിന്നീട് ഇങ്ങോട്ടുണ്ടാകുന്ന വേൾഡ് പൊളിറ്റിക്സ്, ലോക രാഷ്ട്രീയം എന്നുള്ളത് ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടതായിരിക്കും. അത് റബ്ബിനറിയാം, അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിളിക്കുക. വഅദ്ദിൻ ബിന്നാസ്, ജനങ്ങളെ വിളിക്കുക. എങ്ങോട്ട്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജിലേക്ക് വിളിക്കുക. ഹജ്ജിലേക്ക് അദ്ദേഹം വിളിച്ചു. ഹജ്ജിലേക്ക് വിളിക്കുമ്പോ ആദ്യം അദ്ദേഹം പറഞ്ഞു ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആദ്യമായി തൽബിയത്ത് ചൊല്ലിയ ആള് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അന്ന് മുതലാണ് തൽബിയത്ത് ആരംഭിക്കുന്നത്. തൽബിയത്ത് ആരംഭിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓരോ മനുഷ്യനും, ലോകത്ത് ജീവിക്കുന്ന ഓരോ മുസ്ലിമും കൊതിക്കുന്നത് ആ മക്കത്തേക്ക് എത്തണം എന്നാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഉംറ ചെയ്യണം, ഒരു ഹജ്ജ് നിർവഹിക്കണം എന്നാണ്. ഈ ഹജ്ജിനൊരുങ്ങുന്ന ആള്, അയാൾ പുരുഷനാണെങ്കിൽ 2 വസ്ത്രം ധരിച്ചിട്ടാണ് ഹജ്ജിലേക്ക് പുറപ്പെടുന്നത്. അപ്പൊ തന്നെ അവന്റെ എല്ലാ കിബറും അഹങ്കാരവും അതുപോലെ തന്നെ എല്ലാവിധ നാട്യ നടനങ്ങളും അവൻ വെച്ചുകെട്ടിയ സർവ അവന്റേതായ എല്ലാ നിലക്കുമുള്ള പൊങ്ങച്ചങ്ങളും ഊരിവെച്ച് എന്നിട്ട് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. 2 വസ്ത്രം ഉടുത്തിട്ടാ പോവുക. ആ വസ്ത്രത്തിൽ മരിച്ചാൽ അത് മതി. അവനെ കഫൻ പുടവയാക്കി, അവന്റെ കഫൻ പുടവയായി ഉപയോഗിച്ച് ഖബറിലേക്ക് ഇറക്കി വെക്കാൻ വേറൊരു തുണിയുടെ ആവശ്യമില്ല. ആ തുണി കൊടുത്തിട്ടാണ്, ആ തുണിയുമായിട്ടാണ് നേരെ ഖബറിലേക്ക് ഒരു മുഹരിമായ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജി മരിച്ചാൽ നേരെ ഖബറിലേക്ക് ആ കോലത്തിൽ ഇറക്കി വെക്കുക. ആ രൂപത്തിൽ എല്ലാവിധ
അഹങ്കാരവും പൊങ്ങച്ചവും എല്ലാം ഇറക്കി വെച്ച് എല്ലാ രാജാക്കന്മാരും, ചിലപ്പോൾ സൗദി ഗവൺമെന്റ്, പിന്നെ സൗദി അറേബ്യയുടെ രാജാവ് ഉണ്ടാകും, അമേരിക്കൻ പ്രസിഡന്റ് മുസ്ലിം ആയതാണെങ്കിൽ അവിടെ ഉണ്ടാകും, അതുപോലെ തന്നെ ലോകത്തിന്റെ അട്ടദിക്കുകളിൽ നിന്ന് വരുന്ന ബില്യനേഴ്സുകളും ഒക്കെ എവിടെ ഉണ്ടാകും. പക്ഷേ ആ പുതപ്പും പുതച്ച് ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ പറയുന്ന വാചകം എന്താ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക് ലാ ശരീക ലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വരികയാണ്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിനക്കൊരു കൂറുകാരനില്ല, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി വരികയാണ്. അല്ലാഹ്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. അല്ലാഹുവേ, സർവ്വ ഹംദുകളും സർവ്വ നിഅമത്തുകളും സർവ്വ അധികാരങ്ങളും നിനക്കാണ്. അല്ലാഹ്, ലാ ശരീക ലക്. ലജീജുൽ ഹജീജ്. ഹാജിമാരുടെ ആരവം നമുക്ക് കാണാൻ കഴിയും. അതെ, ദുൽഹിജ്ജ 8 യൗമു തർവിയയിൽ, യൗമുൽ അറഫയിൽ ഇതൊക്കെ ഹാജിമാരുടെ ആരവം കാണാം. മുസ്ദലിഫയിൽ അവിടുന്ന് പിറ്റേ ദിവസം ഇതാ മിനയിലേക്ക്, ജംറത്തുൽ അഖബയിലേക്ക് നടക്കുന്ന അവസാന ജംറയിൽ എറിയാൻ വേണ്ടി വരുന്ന ആ സമയത്ത് നമുക്ക് ഒരു ആരവമായി കേൾക്കാൻ കഴിയും ഈ തൽബിയത്ത്. മനസ്സിലാക്കണം, കാരണം ഇത് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ആരവമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആരവമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ്. മനസ്സിലാക്കണം, അവിടെ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, ലബ്ബൈക് അല്ലാഹുവേ അന മുജീബുൽ ലക് മുഖീബുൻ അലാ തഅതിക്. നിനക്ക് വിധേയമായി നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വരികയാണ്. അല്ലാഹുമ്മ യാ അല്ലാഹ് ലബ്ബൈക്, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വരികയാണ്. അല്ലാഹ്, ആ റബ്ബിന് ഒരു കൂറുകാരുമില്ല അല്ലാഹുവേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ വരുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് അള്ളാഹു പ്രവാചകന്മാരുടെ ലോകത്തിന് പഠിപ്പിച്ച സന്ദേശം. ഇതിൽ വെള്ളം ചേർത്തവരാണ് പിന്നീട് വന്ന ആളുകൾ. ഈ തൽബിയത്ത് ചൊല്ലിയവർ പോലും നമുക്കറിയാം, ഈ അറബികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം ഉൾക്കൊണ്ട് അവരും ഹജ്ജിന് വന്നു. ഇബ്രാഹിം നബിയുടെ കാലശേഷം, ഇസ്മായിൽ നബിയുടെ കാലശേഷം അറബികളായി വന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി. അതാണ് ലോകത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. ആദം നബിയുടെ 10ാം തലമുറയിലേക്ക് നൂഹ് അലൈഹിസ്സലാം അവരെ നന്നാക്കാൻ വരികയാണ്, ആദമിന്റെ മക്കളെ. എന്തുകൊണ്ട്? ആ സത്യസരണിയിൽ നിന്ന്, ആദം നബിയുടെ വഴിയിൽ നിന്ന് 10 തലമുറയായപ്പോ ആളുകൾ തെറ്റി. അവിടെ നൂഹ് നബി ഇസ്ലാം നവോത്ഥാനത്തിന്റെ വഴിയിൽ വന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 10ാമത്തെ തലമുറയിൽ ഇബ്രാഹിം നബി വന്നു. എന്നിട്ട് നൂഹ് നബിയുടെ പരമ്പരകളോടാണ് തൗഹീദ് പറയുന്നത്. കാരണം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം അറിയാം നമുക്ക്. അന്ന് ഇതാ ശിർക്കിനെതിരെ പോരാടാൻ നൂഹ് നബി ഇറങ്ങുമ്പോ ആദം നബിയുടെ മക്കളിൽ കൈകൊണ്ട് എണ്ണിയെടുക്കാൻ കഴിയുന്നത്രയും മുവഹിദുകളെ ഉണ്ടായുള്ളൂ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി മുഴുവനും ശിർക്കിലേക്ക് വീണുപോയി. അല്ലാഹുവിനോട് നൂഹ് നബി ദുആ ചെയ്തു, പടച്ചോനെ, ഒരൊറ്റ വിശ്വാസിയെ, അധർമ്മകാരിയെ, ശിർക്ക് ചെയ്യുന്നവനെ ലോകത്ത് ബാക്കിയാക്കരുത് എന്ന് നൂഹ് നബി ദുആ ചെയ്ത് ജലപ്രളയം ഉണ്ടായി. സർവ്വതും നശിച്ചു, വിശ്വാസികൾ മാത്രം ബാക്കിയായി. പക്ഷേ 10ാം തലമുറയിലേക്ക് ഇബ്രാഹിം നബി വരുമ്പോ അവിടെയും വീണ്ടും ശിർക്ക് കൊടികുത്തി വാഴുകയാണ്. ഇബ്രാഹിം നബി ആ ശിർക്കിനെതിരെ പോരാടുകയാണ്. ആ ഇബ്രാഹിം നബി പോരാടി കഅബാലയം സ്ഥാപിച്ച്, തൽബിയത്ത് പഠിപ്പിച്ച്, തൗഹീദ് പഠിപ്പിച്ച്, സംവാദം നടത്തി, ആളുകളെ ഹജ്ജിലേക്ക് വിളിച്ച് ഇബ്രാഹിം നബി പോയി, ഇസ്മായിൽ അലൈഹിസ്സലാം പോയി. അടുത്ത തലമുറ അറബികൾ ഇങ്ങനെ വന്നു നോക്കുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകനായി മക്കത്ത് കടന്നു വരുമ്പോ ആളുകൾ തവാഫ് ചെയ്യുന്നുണ്ട്. എവിടെ? കഅബാലയത്തിന്റെ സമീപത്ത്. എങ്ങനെ? റുഡിയാനൻ, ഉടുപ്പൊക്കെ ഊരി വെച്ചിട്ട്, ആരും തുണി കൊടുത്തിട്ടില്ല. റസൂൽ വന്ന് നോക്കുമ്പോ വസ്ത്രം ഇല്ലാതെ തവാഫ് ചെയ്യാൻ. നബി ചോദിച്ചു, ക്യാ ഹേ, എന്താണ് ഇതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങളുടെ വസ്ത്രത്തിൽ ഹറാമുണ്ടെങ്കിലോ. അവര് നല്ല നിലക്ക് ചെയ്തതാണ്. കഅബ അവര് പുതുക്കിപ്പെടുന്നു. റസൂൽ ജനിക്കുന്ന ആ പ്രവാചകനുള്ള ആ സമയത്ത് തന്നെ കഅബാലയം പുതുക്കപ്പെടുന്ന സമയത്ത് കഅബാലയം അവർ ചെറുതാക്കി. എന്തേ കാരണം? ഹറാമൊന്നും അതിൽ കലരണ്ട, നല്ല നിലക്കായിക്കോട്ടെ, പരിശുദ്ധമായത് മാത്രം മതി. അത്രയും സൂക്ഷ്മതയിൽ അവർ ചെയ്തത്. വസ്ത്രം ഉടുക്കുന്നില്ല, ഊരിയാൻ വസ്ത്രമൊക്കെ ഊരി വെച്ചിട്ട് അവർ തവാഫ് ചെയ്യുന്നത്. പുരുഷന്മാര് പകലില്, സ്ത്രീകള് രാത്രിയില്. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ വന്നിട്ട് പറഞ്ഞു, ഇനി മേലിൽ ഇത് പാടില്ല, ഈ രൂപത്തിൽ ഇനി ഹജ്ജില്ല. വിശുദ്ധ ഖുർആൻ ആയത്തിറക്കി, യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ ഇവിടെ മാത്രമല്ല, ലോകത്ത് അല്ലാഹുവിന്റെ ഏത് പള്ളിയിൽ പോയാലും മാന്യമായി വസ്ത്രം ധരിച്ചല്ലാതെ പോകരുത്. മാന്യമായിട്ടല്ലാതെ നിങ്ങൾ തവാഫിന് വരരുത്, പള്ളിയിലേക്ക് പോകരുത്. യാ ബനീ ആദം, ആദമിന്റെ മക്കളെ. അള്ളാഹു ആയത്തിറക്കാണ്, അങ്ങനെ വസ്ത്രം ഉടുപ്പിക്കുകയാണ്. മാത്രമല്ല റസൂൽ ഇങ്ങനെ നോക്കുമ്പോ അവരിങ്ങനെ തൽബിയത്തിൽ നിന്നുണ്ട്. കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോ എങ്ങനെ തൽബിയത്തിൽ നിന്നത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഏതാണ്ട് ഇന്നത്തെ ഈ കാനേശുമാര് മുസ്ലിങ്ങളിലുള്ള വിശ്വാസം അതാണ് അന്ന് മുശ്രിക്ക് തൽബിയത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ അവര് പറഞ്ഞത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഇബ്രാഹിം നബിയിൽ നിന്ന് കിട്ടിയ ആ സംസ്കാരം അത്. അവരത് പറഞ്ഞു, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ആരായി പറയുന്നത്? അബൂജഹലും മുത്തുബത്തും ഷൈബത്തും ഒക്കെ മുഹമ്മദ് നബിയുടെ എതിരാളികളൊക്കെ തവാഫ് ചെയ്യുകയാണ്. അവര് പറയുന്നു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, അല്ലാഹുവേ നിനക്കൊരു കുറുതാരുമില്ല, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. കണ്ടോ, ഒരു കുറുകാരനൊഴികെ ഹുവലക്, അവൻ നിനക്കുള്ളതാണ്. നീയാണ് അവനെ അധീനമാക്കിയത്. വമാമലക്, അവൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ കൊടുത്തതാണ് അല്ലാഹ്. അങ്ങനെ ഒരു കൂറുകാരനേ ഉള്ളൂ. ഇത് നബി കേൾക്കാണ്. അള്ളാന്റെ റസൂൽ അവിടെ നിന്നിട്ട് പറയും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അബൂജഹലും മുത്തുബത്തും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നബി അവിടെ നിന്നിട്ട് പറയും മതി മതി, നിർത്ത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അവര് പറയും മതി, ബാക്കി പറയല്ല. പക്ഷെ അവര് പറയും ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. നബിയുടെ വാക്ക് തട്ടിയിട്ട് അവർ പറയുമെന്ന്, അള്ളാഹു ഒരു കൂറുകാരനൊഴികെ. ആ കൂറുകാരൻ അള്ളാഹു നിന്നെ പോലല്ല, നിന്റെ അത്രയും കഴിവില്ല, നിന്റെ അത്രയും വലുതല്ല, നിന്നെ അത്രയും മഹാനല്ല. നേരെ മറിച്ച് ഹുവലക്ക, ആ കൂറുകാരൻ നിനക്കുള്ളതാണ്, എന്ന് വെച്ചാൽ നിന്റെ കീഴിലാണ്. അയാളെ നീ അധീനമാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അയാള് നിന്റെ അധീനതയിലുള്ള ആളാ. വമാമലക്ക, അദ്ദേഹത്തിന് എന്തെല്ലാം ഉണ്ട് അതൊക്കെ നീ കൊടുത്തതാണ്, അല്ല സ്വയം കഴിവൊന്നുമില്ല. നീ കൊടുത്തത് കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന കൂറുകാരല്ലാതെ വേറെ ആരുമില്ല അല്ലാഹ്. ഇതാണ് മുശ്രിക്കുകളായ ആളുകൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പല മുസ്ലിമീങ്ങളും പഠിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് ശിർക്കൊന്നും വരൂല, കാര്യം അള്ളാനെ പോലെ അള്ള ഉണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുക, അല്ലേ? അള്ളാനെ പോലെ അള്ള ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലല്ലോ. അള്ള കൊടുത്ത കഴിവ് കൊണ്ടല്ലേ അവരെ സഹായിക്കുക, അള്ള തന്ന കഴിവ് കൊണ്ടല്ലേ, അള്ളാന്റെ കീഴിലുള്ളവരെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് എന്നാണ് മനസ്സിലാക്കണം. എന്നിട്ടാണ് ഈ കീഴിലുള്ളവരോട് അവർ പ്രാർത്ഥിക്കുന്നത്, തേടുന്നത്. ഇത് ഏതാണ്ട് മക്കയിലെ മുശ്രിക്കുകളായ ആളുകളുടെ വിചാരമായിരുന്നു, അവരുടെ വിശ്വാസമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് ഏറ്റവും വലിയവൻ അള്ളയാണ്. അപ്പൊ നബി ചോദിക്കല്ല, ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെയോ, ഈ ബാക്കിയുള്ള ഈ പറയുന്ന പടപ്പുകളൊക്കെയോ, ഈ കാണുന്നത് നിങ്ങൾ വിളിക്കുന്നതും ദുആ ചെയ്യുന്നതൊക്കെയോ? ഉടൻ തന്നെ അവർ പറയും അബീദുൽ ഇലാഹിൽ അക്ബറിൽ അഅ്ളമി, അത് മുഴുവനും ഉന്നതനായ അള്ളാഹുവിന്റെ അടിമകളാണ്, ദാസന്മാരാണ്, അള്ളാഹിന്റെ കീഴിലുള്ളവരാണ്, അള്ളാഹു കൊടുത്തതാണ് അവർക്ക് കഴിവ്. അതുകൊണ്ടാണ് അവരിടപെടുന്നത്, അല്ലാതെ സ്വയം കഴിവില്ല, സ്വയം പര്യാപ്തരല്ല. ഈ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ തിരുത്തുകയാണ്, പാടില്ല. നേരെ മറിച്ച് നിങ്ങൾ പറയണമെന്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരുത്തി പഠിപ്പിച്ചു കൊടുക്കാൻ. ഇങ്ങനെ തൗഹീദിന്റെ ഏതെല്ലാം സംഗതികൾ, ആ സംഗതികൾ പുനരാവിഷ്കരിക്കേണ്ടതുണ്ടോ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഴി സ്വീകരിച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മുന്നിൽ പഠിപ്പിച്ചു തന്ന വഴി, ആ വഴിയെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന്റെ ഭാഗമായി, ആ മില്ലത്തിന്റെ പൂർത്തീകരണമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു തന്നിട്ടാ പോയത്. അതുകൊണ്ടാണ് ഓരോ മനുഷ്യനും, ഓരോ മുസ്ലിമും അവന്റെ എല്ലാ ദിവസങ്ങളിലും കഅബയിലേക്ക് അഥവാ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ നടത്തുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. എന്താണ് ആ പ്രതിജ്ഞ? ഒരു മുസ്ലിം നിർബന്ധമായി നടത്തുന്ന പ്രതിജ്ഞ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിനക്ക് മാത്രമാണ് ഇബാദത്ത്. കണ്ടോ, നിനക്ക് മാത്രമാണ് ഇബാദത്ത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിനക്ക് മാത്രമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞവൻ ഉടൻ തന്നെ അതിനോട് ചേർത്തുകൊണ്ട് പറയുന്ന വാചകം, അല്ലാഹുവേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിനക്ക് മാത്രമാണ് ഇബാദത്ത്, ആരാധനകൾ സർവ്വതും. വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഈ ഒരു പ്രഖ്യാപനം എന്ന് മാത്രമല്ല, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അവൻ നടത്തുന്ന സർവ്വ പ്രഖ്യാപനങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ലോകത്തിന് പഠിപ്പിക്കപ്പെട്ട ആശയമാണ്. ഇബ്രാഹിം മില്ലത്തിന്റെ ഭാഗമാണ്. ആ ഇബ്രാഹിം മില്ലത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്
ഓരോ നിസ്കാരങ്ങളിലും അള്ളാഹുവിന് ഹംദ് സമർപ്പിച്ച്. കാര്യം ഹാമിദൂൻ എന്ന് പറഞ്ഞല്ലോ. ഹാമിദൂൻ ഇബ്രാഹിം നബിയുടെ പ്രത്യേകത, അതിൽ മൂന്നാമത്തെ പ്രത്യേകതയാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. ഹാമിദ്, അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആളാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ആദ്യം ഫാത്തിഹയിലൂടെ, ഫാത്തിഹ സൂറത്തിലൂടെ അള്ളാഹുവിനെ ഹംദ് സമർപ്പിച്ച് പൂർണ്ണമായും റബ്ബുൽ ആലമീനായ അള്ളാഹുവേ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവേ, റഹ്മാനും റഹീമുമായ സർവ്വകാരുണ്യങ്ങളുടെയും കേദാരമായ അള്ളാഹുവേ, നിനക്കാകുന്ന സർവസ്തുതിയും, മാലിക് യൗമിദ്ദീൻ നടപടി ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞ് റബ്ബിനെ സ്തുതിച്ചതിനു ശേഷം അവൻ പറയുന്ന വാചകം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് ഒരു മുഅ്മിൻ നടത്തുന്ന പ്രതിജ്ഞയാണ്, അള്ളാഹുവിനോട് റബ്ബുമായി നൽകുന്ന കരാറാണ്. എന്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് നൽകുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇതൊരു മുഅ്മിൻ പറയുമ്പോൾ അവന്റെ ഹാൽ, അവന്റെ അവസ്ഥ നമുക്കറിയാം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവൻ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞല്ലോ. ഇഹ്സാനോടെ വേണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. റബ്ബിന്റെ മുന്നിൽ ഇഹ്സാനോടെ വേണം ഇബാദത്ത് ചെയ്യാൻ. എന്താണ് ഇഹ്സാൻ എന്ന ചോദ്യത്തിന് റസൂൽ മറുപടി പറഞ്ഞല്ലോ, കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ. അഥവാ നിസ്കരിക്കുന്ന വേളയിലാകട്ടെ, മറ്റു ഇബാദത്തുകളിലാകട്ടെ, കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. അതാണ് ഒന്നാം ദറജ, ഏറ്റവും മുന്തിയ ദറജ. അതിന് കഴിഞ്ഞില്ലെങ്കിലോ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇത് രണ്ട് ഹാലായി. ചില ആളുകള് അള്ളാഹുവിനെ കാണുന്നത് പോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂൽ പറഞ്ഞത്, അസ്സലാത്തു ഖുർറത്തു ഐനി, എന്റെ ഖുർറത്തു ഐൻ, എന്റെ കൺകുളിർമയാണ് എന്റെ നിസ്കാരം. അള്ളാഹുമായുള്ള മുനാജാത്താണത്. എന്റെ കൺകുളിർമയാണ് നിസ്കാരം. നബി പറയാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഒരു യാത്രയാണെങ്കിലും യാത്ര കഴിഞ്ഞാണെങ്കിലും, അതുപോലെ തന്നെ എന്ത് പ്രശ്നം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ വന്നാലും നബി നേരെ പോയി നിസ്കരിക്കുമായിരുന്നു എന്നാണ്. കാര്യം എന്ന് വെച്ചാൽ അസ്സലാത്തു ഖുർറത്തു ഐനി, അല്ലെങ്കിൽ ഖുർറത്തു ഐനി അസ്സലാ, എന്റെ കൺകുളിർമ എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. റസൂലുള്ളാഹിയുടെ നിസ്കാരം തറാഹു, അള്ളാഹിനെ കാണുന്നത് പോലെയുള്ള നിസ്കാരമാണ്, റബ്ബിനെ കാണുന്നത് പോലെയുള്ള നിസ്കാരമാണ്. അബൂബക്കറിന്റെ നിസ്കാരം അന്നക തറാഹു, അള്ളാഹിനെ കാണുന്നത് പോലെയുള്ള നിസ്കാരമാണ്. അതുകൊണ്ടാണ് നിസ്കരിക്കുമ്പോൾ കരഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞിട്ട് പലപ്പോഴും ആയത്തുകളല്ല പുറത്തേക്ക് വരുന്നത്, കരച്ചിലാണ്. കരച്ചിൽ എങ്ങനെ കേൾക്കുക നിസ്കരിക്കുമ്പോ? അതാണ് ആയിഷ ബീബി ഇങ്ങനെ പറഞ്ഞത്. അതേ റസൂല് വഫാത്താകുന്ന നേരത്ത്, പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയാൻ കിടക്കുന്ന നേരത്ത്, ബോധം നഷ്ടപ്പെട്ടു പോയ നേരത്ത്, പള്ളിയിൽ ഇമാമ് നിൽക്കാൻ വേണ്ടി വരാൻ കഴിയാതെ പോയപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ആയിഷ ബീവിയോട്. അപ്പൊ ആയിഷ ബീവി പറയുകയാണ്, എന്താ പറഞ്ഞത്? അതെ, എന്റെ ഉപ്പയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം റഖീഖായ ഖൽബിന്റെ ഉടമയാണ്, ലോല ഹൃദയനാണ്. അദ്ദേഹം നിസ്കരിക്കാൻ നിന്നാൽ ഗലബഹുൽ ബുകാ, കരച്ചിലായിരിക്കും ഇങ്ങനെ കേൾക്കുക. അതുകൊണ്ട് എന്റെ ഉപ്പയൊന്ന് മാറ്റൂ. അപ്പൊ ആയിഷ ബീവിയുടെ റസൂല് പറഞ്ഞു, അബൂബക്കറിനോട് തന്നെ പറ ഇമാമ നിൽക്കാൻ. ആയിഷ ബീബി രണ്ടാമതും ഇത് പറഞ്ഞു റസൂലുള്ളാഹിയോട്, നബി എന്റെ ഉപ്പ റഖീഖായ ഖൽബിന്റെ ഉടമയാണ്. വീണ്ടും റസൂല് പറഞ്ഞു, അബൂബക്കറോട് പറ ഇമാമ നിൽക്കാൻ. വീണ്ടും ആയിഷ ബീവി പറഞ്ഞു, എന്റെ ഉപ്പ റഖീഖായ ഖൽബിന്റെ ഉടമയാണ്, അദ്ദേഹം നിസ്കരിക്കാൻ നിന്നാൽ ഗലബഹുൽ ബുകാ. അപ്പൊ നബിക്ക് കാര്യം മനസ്സിലായി. കാര്യം വെച്ചാൽ ഇത് റസൂൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വാപ്പാന്റെ പേര് പറയാൻ വേണ്ടി ആയിഷ ബീവി ചെയ്യുന്ന ഒരു കാര്യമാണത്. വാപ്പാന്റെ പേര് ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോഴാണ് റസൂൽ പറഞ്ഞത്, കളി എന്നോട് വേണ്ട, ഇന്നക്കുന്ന സവാഹിബ് യൂസുഫ്, നിങ്ങൾ യൂസുഫിനെ കറക്കിയ ആളാന്ന് എനിക്കറിയാം, അതുകൊണ്ട് അബൂബക്കറോട് പോയി പറ. യൂസുഫിനെ കറക്കിയ ആളുകൾ പെണ്ണുങ്ങളെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അബൂബക്കറിനോട് പോയി പറ എന്ന് റസൂല് പറഞ്ഞത് വഫാത്താകുന്ന നേരത്ത്. അപ്പോ അബൂബക്കറിന്റെ നിസ്കാരം കഅന്നക തറാഹു, അള്ളാഹുവിനെ കാണുന്നത് പോലെയുള്ള ഇബാദത്താണ്. ഇനി അതിന് തറഞ്ഞ കുറഞ്ഞ ആൾക്കാരാണ്, ഫഇൻ ലം തകുൻ തറാഹു, നിനക്ക് അള്ളാഹിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നു എന്ന രൂപത്തിൽ നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ മുന്നിൽ
ആ രൂപത്തിൽ അല്ലാഹു എന്നെ കാണുന്നുണ്ടെന്ന ബോധത്തോടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് അതേ വിടുക്കുന്ന ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് മുഅ്മിൻ പറയുന്ന വാചകം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പറയുമ്പോ ആ സമയത്ത് മുഅ്മിനിന്റെ ഹാൽ എന്തായിരിക്കണം എന്ന് മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇയ്യാക നസ്തഈൻ എന്ന ഭാഗം വിശദീകരിക്കുന്നിടത്ത് പറയുന്നത്, അതെ, അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്ന മുഅ്മിൻ ആ സമയത്ത് മനസ്സിൽ കരുതേണ്ടത് ലാ ഉരീദു ഫിൽ ഇആനതി ഗൈറക, അല്ലാഹുവേ, സഹായത്തിന്റെ വിഷയത്തിൽ നിന്നെയല്ലാത്ത വേറെ ഒരു ശക്തിയെയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ലാഹ് ലാ ജിബ്രീല വലാ മീകാഈൽ, ജിബ്രീലിന്റെ സഹായമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, മീകാഈലിന്റെ സഹായമല്ല പ്രതീക്ഷിക്കുന്നത്. അവരൊക്കെ മഹത്തുക്കളാണ്, നിന്റെ മുഖർറബുകളാണ് ജിബ്രീലും മീകാഈലും ഒക്കെ. അവരുടെ ഒന്നും സഹായമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അൽ ഉരീദുക വഹദക്, അല്ലാഹുവേ, നിന്റെ സഹായം മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, നിന്നിലേക്ക് മാത്രമാണ് ഞാൻ അവലംബിക്കുന്നത്. ഈ വിഷയത്തിൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു മദ്ഹബുണ്ട്, ഈ വിഷയത്തിൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗമാണ്. ഏതാണ് ആ മാർഗം? ലിഅന്നഹു ലമ്മാ ഖയ്യദ നംറൂദ് രിജ്ലൈഹി വയദൈഹി വറമാഹു ഫിന്നാർ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി വാദിച്ചപ്പോൾ, ഇബ്രാഹിം നബി തൗഹീദ് പറഞ്ഞപ്പോൾ, ഇബ്രാഹിം നബിയുടെ ശത്രുവായിരുന്ന നംറൂദ് ഒരുങ്ങി വന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അവസാനം നാട്ടുകൂട്ടം കൂടിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകാലുകൾ ബന്ധിച്ചിട്ട് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുപോയ നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, അല്ലക ഹാജ അല്ലക മിൻ ഹാജ. അതേ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്കുകളുടെ നേതാവായ ആകാശഭൂമികളുടെ ആകാരമുള്ള 600-ലധികം ചിറകുകളുള്ള ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചതത്രേ, അല്ലക മിൻ ഹാജ, എന്തെങ്കിലും സഹായം വേണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? കാരണം താങ്കൾക്ക് വേണ്ടി വാദിക്കാൻ ഈ നാട്ടിൽ ആരുമില്ല, താങ്കളുടെ ശത്രുക്കൾ മാത്രമല്ലേയുള്ളൂ. അതെ, താങ്കളെ കരിക്കുവാനും കത്തിക്കുവാനും ഇതാ തീർത്തുണ്ടാരം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഏതാനും മിനിറ്റുകളോ സെക്കൻഡുകളോ കഴിഞ്ഞാൽ താങ്കൾ അതിലേക്ക് വലിച്ചെറിയപ്പെടുമല്ലോ. അതുകൊണ്ട് ഹല്ലക മിൻ ഹാജ, എന്തെങ്കിലും സഹായം വേണോ, ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നപ്പോ ആ ജിബ്രീലിന്റെ മുഖത്തേക്ക് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം നോക്കിയിട്ട് പറഞ്ഞ വാചകം ഫഅമ്മാ ഇലൈക ഫലാ ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്. എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഞാൻ ആർക്കു വേണ്ടിയാണോ വാദിക്കുന്നത്, ആർക്കു വേണ്ടിയാണോ ജീവിക്കുന്നത്, എന്റെ അവസാന ശ്വാസത്തിലും ആർക്കു വേണ്ടിയാണോ മധു പറയുന്നത്, ആരുടെ പേരാണോ ഉച്ചരിക്കാൻ ഉപേക്ഷിച്ചിട്ടുള്ളത്, ആ റബ്ബിന്റെ സഹായമല്ലാതെ ഒരുത്തന്റെയും സഹായം എനിക്ക് വേണ്ട. ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്ന് തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞിരുന്നു. ആ മതം സ്വീകരിച്ച ആളാണ് അല്ലാഹ് ഞാൻ, ആ മാർഗം സ്വീകരിച്ച ആളാണ് അല്ലാഹ് ഞാനെന്ന് നെഞ്ചത്ത് കഴിച്ചുകൊണ്ട് മുഅ്മിൻ പറയുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രഖ്യാപനത്തിലൂടെ സാധ്യമാകുന്നത് എന്ന് ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറയുന്നു. മനസ്സിലാക്കണം. അപ്പോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചിൽ ഏറ്റെടുക്കേണ്ട ഒരു വലിയ സരണിയാണ് അമ്പിയാക്കന്മാർ കൊളുത്തിവെച്ചു പോയത്. സർവ്വ ശിർക്കിനെതിരെയും അവർ പോരാടി. അള്ളാഹുവിന് കുറുകാരയുണ്ടാക്കുന്ന എല്ലാ ഇടപെടലുകളിൽ നിന്നും അവർ മാറി നിന്നു എന്ന് മാത്രമല്ല, പൂർണ്ണമായി അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരമാകട്ടെ, എന്റെ ബലികർമ്മമാകട്ടെ, എന്റെ ജീവിതമാകട്ടെ, എന്റെ മരണമാകട്ടെ, സർവ്വതും റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ്. എന്റെ ജീവിതവും മരണവും അതുപോലെ തന്നെ എന്റെ നിസ്കാരവും എന്റെ ബലികർമ്മവും സർവ്വതും അത് റബ്ബിനുള്ളതാണ്, അല്ലാഹുവിനുള്ളതാണ്, റബ്ബുൽ ആലമീനുള്ളതാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായും അല്ലാഹുവിനെ സമർപ്പിക്കാൻ അവരൊരുങ്ങി. റബ്ബിന് പൂർണ്ണമായി അവരെ സമർപ്പിച്ചു. ആ രൂപത്തിൽ ആര് മാറുന്നുവോ, ആര് പരിവർത്തിപ്പിക്കപ്പെടുന്നുവോ, അവര് മാത്രമാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നവർ. ആ ഒരു വഴി ആര് സ്വീകരിക്കുന്നുവോ അവര് മാത്രമാണ് രക്ഷപ്പെടുന്ന ആളുകൾ.
നമ്മൾ പേരിന്നതായത് കൊണ്ട് കാര്യമില്ല. അപേക്ഷാ ഫോം കിട്ടുമ്പോ നിന്റെ റിലീജിയൻ ഏതാണെന്ന് ചോദിക്കും, മുസ്ലിം എന്ന് എഴുതി കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാൻ ഇറങ്ങിയത് കൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് കൽബ് തുറന്നു വെക്കണം. കണ്ണ് മാത്രമല്ല, കൽബ് തുറന്നു വെക്കണം, ഹൃദയം തുറന്നു വെക്കണം. കാര്യം അള്ളാഹ് പറഞ്ഞല്ലോ, ആഖിറത്തിൽ രക്ഷപ്പെടുന്നത് ഒരു സംഘം മാത്രമാണ്. പണം കൊണ്ട് ആഖിറത്തിൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. സ്ഥാനം പറഞ്ഞ് ആർക്കും ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. മക്കളെ കാണിച്ച് ആർക്കും ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നാളെ ആഖിറം എന്ന് പറഞ്ഞാൽ, പരലോകം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉപകരിക്കാത്ത ദിവസമാണ്, സന്താനം ഉപകരിക്കാത്ത ദിവസമാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ സലാമത്തുള്ള കൽബുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയവനല്ലാതെ രക്ഷയില്ലാത്ത ദിവസമാണ്. ആഖിറത്തിൽ രക്ഷപ്പെടാൻ സലാമത്തുള്ള കൽബ് വേണം. സലാമത്തുള്ള കൽബ് വേണം. അവിടെ മസില് കാട്ടിയിട്ടോ, ഗുണ്ടായിസം നടത്തിയിട്ടോ, മക്കളെ കാണിച്ചിട്ടോ, അല്ലെങ്കിൽ തറവാടിന്റെ പേര് പറഞ്ഞിട്ടോ, സമ്പത്ത് കാണിച്ചിട്ടോ രക്ഷപ്പെടാൻ കഴിയില്ല. ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. സലാമത്തുള്ള കൽബുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടണം. എന്താണ് ഈ സലാമത്തുള്ള കൽബ്? സലാമത്തുള്ള കൽബ് എന്ന് പറഞ്ഞാൽ, എന്റെ കൽബ് സലാമത്തുള്ളതാണോ, നിങ്ങളുടെ കൽബ് സലാമത്തുള്ളതാണോ? ഈ നിമിഷം മരിച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ആ സലാമത്തുള്ള കൽബിന്റെ അടയാളം ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ഫില്ലാഹ്. അവന്റെ എല്ലാവിധ ഹമ്മും അഥവാ അവന്റെ എല്ലാവിധ ടെൻഷനും അള്ളാഹുവിന്റെ കാര്യത്തിലാണ്, റബ്ബിന്റെ കാര്യത്തിലാണ്. ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ, അതെ, ഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയം ഇങ്ങനെ വിറക്കുമെന്ന് പറഞ്ഞില്ലേ? നോമ്പ് നോക്കുന്നവർ, സക്കാത്ത് നൽകുന്നവര്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവര്, ഖുലൂബുഹും വജിലത്തുൻ, കൽബിങ്ങനെ വിറക്കുമെന്ന് പറഞ്ഞപ്പോ ആയിഷ ബീബി ചോദിച്ചില്ലയോ, യാ റസൂലല്ലാഹ്, ഹുമുല്ലദീന യസ്നൂൻ വയശ്റബൂനൽ ഖംർ. അവർ മദ്യപാനികളും വ്യഭിചാരികളുമാണോ നബിയെ? എന്താണ് അവരുടെ കൽബിങ്ങനെ വിറക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവിയോട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ലാ യാ ബിന്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, ഒരിക്കലും അവർ മദ്യപാനികളോ വ്യഭിചാരികളോ അല്ല. നേരെ മറിച്ച് അവരുടെ കൽബ് വിറക്കുന്നത് അവർ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച നിസ്കാരം, അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച നോമ്പ്, അവരുടേതായ സദഖകൾ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നവർക്ക് അറിവ് കിട്ടിയിട്ടില്ലല്ലോ. അതിന്റെ ഭയമാണ്, അതിന്റെ ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ഫില്ലാഹ്. ആ കൽബിന്റെ ടെൻഷൻ മുഴുവനും അള്ളാഹുവിന്റെ വിഷയത്തിലാണ്. വഹബ്ബുഹു കുല്ലുഹു, അവന്റെ ഏതൊരു അമലിലും അവൻ ലക്ഷ്യം വെക്കുന്നത് സെക്രട്ടറി പോസ്റ്റ് അല്ല, ഖജാൻജി പോസ്റ്റ് അല്ല, പ്രസിഡന്റ് പോസ്റ്റ് അല്ല. നേരെ മറിച്ച് ലക്ഷ്യം അള്ളാഹുവാണ്, റബ്ബാണ്. അവന്റെ തടി, അവന്റെ ശരീരം അള്ളാഹുവിനുള്ളതാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനാണ്. അവന്റെ ഉറക്കം പോലും അള്ളാഹുവിനുള്ള ഉറക്കമാണ്. ഉണർവ് അള്ളാഹുവിനുള്ള ഉണർവാണ്, റബ്ബിന് വേണ്ടിയുള്ള ഉണർവാണ്. ഉറങ്ങുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഉണരുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി ഉറങ്ങുക? റസൂല് പറഞ്ഞില്ലേ, മോനെ, ഇദാ അത്തൈത ഫീ മൽജഇക, നിന്റെ ആ വിരിപ്പിലേക്ക് നീ പോയാൽ നീ വലതുഭാഗം ചരിഞ്ഞു കിടക്കണേ. മാത്രമല്ല, അതിന് മുമ്പ് വുളു എടുത്തു വരണേ. വുളു എടുക്കുമ്പോൾ, അതേ, ഇപ്പോൾ ജുമാക്ക് പോകുന്ന വുളുവല്ലല്ലോ, നേരെ മറിച്ച് ഉറങ്ങാൻ പോണ വുളുവല്ലേ എന്ന് വിചാരിച്ച് ഒരു താൽക്കാലികമായ ഒരു ലോക്കൽ വുളു എടുത്ത് പോരണ്ട. നേരെ മറിച്ച് ജുമാക്ക് വുളു എടുക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഫർള് നിസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ, ഉറങ്ങുന്നതിന് മുമ്പ് വുളു എടുത്തു വന്നിട്ട് വലത് ഭാഗം ചരിഞ്ഞു കിടന്നിട്ട് നിനക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനമായി ഉറങ്ങുന്നതിന് മുമ്പ് നീ പറഞ്ഞു പോയിക്കോ. എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നീ ഉറങ്ങിക്കോ. ഇതിനുശേഷം ഒന്നും പറയേണ്ട. നേരെ മറിച്ച് ഇത് അവസാനമായി ഉറങ്ങുന്നതിന് മുമ്പ് പറയേണ്ട വാചകമാണ്. ഈ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് നീ ഉറങ്ങിയ ഉറക്കിൽ നിനക്കൊരു സൈലന്റ് അറ്റാക്ക് സംഭവിച്ച് പിറ്റേന്ന് നേരം പുലരുന്നത് കാണാൻ നീ ഇല്ലാതെ ഉറക്കിൽ നീ മരിച്ചുപോയാൽ, മുത്തഅലൽ ഫിത്ര, ഒരു കുഞ്ഞ്
ആ ഫിത്രത്തിന്റെ അവസ്ഥയിൽ അള്ളാഹു കണ്ടുമുട്ടുന്നത് പോലെ നിനക്ക് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകാൻ കഴിയും. അവസാനത്തെ കലിമത്ത് ഇതാക്കി നീ ഉറങ്ങിക്കോ. ആ ഉറങ്ങുന്ന മനുഷ്യൻ അതേ നിയ്യത്താക്കുകയാണ്, നാളെ രാവിലെ ഉണരണം. എന്തിനാണ്? നാളെ രാവിലെയാണ് മാർക്കറ്റിലെത്തേണ്ടത്, അല്ലെങ്കിൽ നാളെ രാവിലെ ഇന്ന സൈറ്റിലെത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ നാളെ ഇന്നതുപോലെ ഇന്നിടത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന് വിചാരിച്ചല്ല ഉറങ്ങേണ്ടത്. നേരെ മറിച്ച് ഉറങ്ങുന്ന നേരത്ത് നീ നിയ്യത്ത് വെച്ചോ, ഇനി ഒന്നുണരുമെങ്കിൽ ആ ഉണരുന്നത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. രാത്രിയിൽ, രാത്രിയുടെ അന്ത്യയാമത്തിൽ റബ്ബുൽ ആലമീനുമായി മുനാജാത്ത് നടത്താൻ വേണ്ടിയാണ് ഞാൻ ഉണരുന്നത്. ഞാൻ ഉണരുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, റബ്ബുമായി മുനാജാത്ത് നടത്താൻ വേണ്ടിയാണ്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു ബത്അൻ വഅഖ്വമു ഖീലാ. മനുഷ്യൻ അവന്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടി, അവൻ ഫിസിക്കലായി ഹെൽത്തായിരിക്കുവാൻ വേണ്ടി രാത്രി നിസ്കരിക്കുവാനല്ലയോ റസൂലുള്ളാഹിയോട് പോലും അല്ലാഹു കൽപ്പിച്ചത്. അതെ, നിശയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങുന്ന നേരത്തെ രാത്രിയുടെ അന്ത്യയാമത്തിൽ അവൻ എഴുന്നേറ്റ് വരുന്നത്, അവൻ കണ്ണു തുറന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, ഉറങ്ങിയത് അല്ലാഹുവിന് വേണ്ടിയാണ്. മാത്രമല്ല അവർക്ക് പോയാൽ അവന്റെ അടക്കം അല്ലാഹുവിന് വേണ്ടിയാണ്. അവന്റെ സമാധാനം അല്ലാഹുവിന് വേണ്ടിയാണ്. അങ്ങനെ അവന്റെ ചിന്തയിൽ നിന്ന്, മനസ്സിൽ നിന്ന് അള്ളയല്ലാത്ത എല്ലാത്തിനെയും പാർപ്പിച്ച് കുടിയൊഴിച്ചു വിട്ട് അവസാനം അല്ലാഹുവിലേക്ക് പൂർണ്ണമായി റബ്ബിലേക്ക് തിരിഞ്ഞ് അവൻ ജീവിച്ചവന്റെ അമലും അവന്റെ ഉറക്കവും അതുപോലെ തന്നെ അവന്റെ ഉണർവും അവന്റെ സമാധാനവും അതുപോലെ തന്നെ അവന്റെ പ്രതീക്ഷയും റബ്ബിലേക്ക് ആക്കി അവനിങ്ങനെ ജീവിച്ചു പോരുമ്പോഴാണ് മലക്കുൽ മൗത്ത് വരുന്നത്, അവന്റെ തലഭാഗത്തിരിക്കുന്നത്. എന്നിട്ട് വിളിക്കുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അവന്റെ തലഭാഗത്തിരുന്ന് അതേ വരുന്ന മലക്കുകൾ വിളിക്കുന്ന വിളിയുണ്ട്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ സമാധാനമടഞ്ഞ ആത്മാവേ, സമാധാനമടഞ്ഞവനെ, തുമനീനത്ത് നേടിയവനെ. ആരിലാണ് ഇവൻ തുമനീനത്ത് നേടിയത്? സമാധാനം നേടിയത് അല്ലാഹുവിലാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ റൂഹിനെ വിളിക്കുന്നത്, ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് നീ വാ. ആരെ പ്രതീക്ഷിച്ചാണോ നീ ജീവിച്ചത്, ആർക്കു വേണ്ടിയാണോ നീ പ്രവർത്തിച്ചത്, ആർക്കു വേണ്ടിയാണോ നീ ഉറങ്ങിയത്, ആർക്കു വേണ്ടിയാണോ നീ ഉണർന്നത്, ആർക്കു വേണ്ടിയാണോ നീ തർക്കിച്ചത്, ആർക്കു വേണ്ടിയാണോ നീ സ്നേഹിച്ചത്, ആർക്കു വേണ്ടിയാണോ നീ പ്രകടിപ്പിച്ചത്, ആർക്കു വേണ്ടിയാണോ നീ കൊടുത്തത്, ആർക്കു വേണ്ടിയാണോ നീ തടഞ്ഞത്, ആർക്ക് നീ വാ. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ, സംപ്രീതനും പ്രീതിപ്പെട്ടവനുമായ നിലയിൽ നിനക്ക് അല്ലാഹുവിൽ തൃപ്തിയായിരുന്നു. ഞങ്ങൾ അല്ലാഹുവിൽ തൃപ്തിപ്പെട്ടു എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞവനാണു നീ. റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവിൽ തൃപ്തിപ്പെട്ടു എന്ന് കൽബറിഞ്ഞ് പറഞ്ഞവനാണു നീ. ആ റബ്ബിൽ നീ തൃപ്തിപ്പെട്ടുവെങ്കിൽ റാദിയതൻ മർളിയ, അല്ലാഹുവിന്റെ കാര്യത്തിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു കൊണ്ട് സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് തന്നെ വരും. അല്ലാഹു വിളിക്കുകയാണ്, വിളിക്കുകയാണ് നിന്നെ, വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ സത്യമായ ദാസന്മാരോടൊപ്പം ചേരാൻ, സ്വർഗത്തിലേക്ക് വന്നു ചേരാൻ അല്ലാഹു നിന്നെ വിളിക്കുകയാണ്, വരൂ എന്ന് ആശീർവാദങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ ആ മനുഷ്യന്റെ റൂഹിനെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചെങ്കിൽ, അല്ലാഹുവിന് സമാധാനമടഞ്ഞ പൂർണ്ണമായ തൗഹീദുള്ള അലൈഹി വസല്ലമയെ പൂർണ്ണമായി ഇത്തിബാഅ് ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രം നേടാൻ കഴിയുന്ന കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവശേഷിക്കുന്നത് എത്ര കാലമാണ്? എത്ര കാലം നമ്മൾ ഇവിടെ ജീവിക്കും? എത്ര കാലം ഇനി ശ്വാസം കഴിക്കും? എത്ര കാലം നമ്മുടെ കൽബ് മിടിച്ചുകൊണ്ടിരിക്കും? ഇനി എത്ര നാളുണ്ടാകും ഇനി ബാക്കി നമ്മുടെ ജീവിതത്തിൽ? പറയാൻ കഴിയുമോ? എത്ര ആളുകൾ നമ്മെപ്പോലെ ഓടി നടന്നവർ, സംസാരിച്ചവർ, യുവാക്കളാണെന്ന് പറഞ്ഞിരുന്നവർ, അവര് മരിച്ചുപോയി. അവരിൽ പലരും ഖബറിലാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലവിധ കാരണവന്മാരും ഈ തൗഹീദ് രംഗത്ത് ഓടി നടന്നവർ, പ്രത്യേകിച്ച് ഈ തസ്മിയത്ത് നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞ മുസ്തഫക്കയെ പോലെയുള്ള ആളുകൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ തൗഹീദിന്റെ ശബ്ദം അതുമായി രംഗത്തിറങ്ങുമ്പോൾ അതിന്റെ മുൻപിൽ സ്റ്റേജിലുണ്ടായിരുന്ന വ്യക്തിത്വം നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗരവമായി ബന്ധപ്പെട്ട് നടന്ന വ്യക്തിത്വം അത് ഈ അടുത്ത സമയത്ത് നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി. മാത്രമല്ല എത്രയോ യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്, നമ്മളുമായി ചേർന്ന് നിന്ന ISM പ്രവർത്തകരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ അവരിന്നില്ല.
ഈ പെയ്യുന്ന മഴയിൽ, ഈ കുറ്റാത്തിരിട്ടിൽ അതിനേക്കാളും ഇരുട്ടുള്ള കബർ, ആ കബറിന്റെ ഉള്ളിൽ കഴിയുകയാണ്. അവർക്ക് കൂട്ടുകാരില്ല, അവിടെ ഗാനമേളകളില്ല, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റോക്കുകളില്ല, അതിനൊന്നും പ്രത്യേകമായ ആരും കൂട്ടിനില്ല. കഴിയുകയാണ്, കബറിൽ കിടക്കുകയാണ്. ആ ചെറുപ്പക്കാരനും കാരണവനുമൊക്കെ കബറിൽ കിടക്കുകയാണ്. ആരോടുമില്ലാത്ത ലോകത്ത് കഴിച്ചു കൂട്ടുകയാണ്. ആ കബറിൽ അവർ കഴിയുമ്പോ ഈമാനുമായിട്ടാണ് അവർ മടങ്ങിപ്പോയതെങ്കിൽ അവർക്ക് തുറക്കപ്പെട്ടതാണ് സ്വർഗത്തിന്റെ കവാടം. ആ സ്വർഗം കാണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കബറിൽ കിടത്തുകയെങ്കിൽ, സഹോദരങ്ങളെ, തൗഹീദുള്ള മനുഷ്യർ, അവർക്ക് വരാനുള്ള ലോകം, താമസിക്കാനുള്ള ലോകം, ആ ലോകം വരാനുള്ള ഖബർ ജീവിതമാണെങ്കിൽ, നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ആ ലോകമാണെങ്കിൽ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അല്ലാഹുവിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് വാ, തൃപ്തിപ്പെട്ടവനായ നിലയിൽ വാ, അല്ലാഹു തൃപ്തിപ്പെട്ട നിലയിൽ വരൂ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ മലക്കുകൾ വിളിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത നമ്മൾ നേടിയേ പറ്റൂ. അതിനുള്ളത് നമ്മൾ സ്വായത്തമാക്കിയേ പറ്റൂ. അതിനുള്ള സമ്പത്ത് നമ്മൾ കൈപ്പിടിയിൽ കൊണ്ടുവന്നേ പറ്റൂ. ദുനിയാവിൽ എത്ര തന്നെ സമ്പാദിച്ചവനും അവസാനം ആഹുറത്തിലേക്ക് പോകുമ്പോൾ, ഖബറിലേക്ക് പോകുമ്പോൾ ആകെ കൊണ്ടുപോകുന്നത് കുറച്ച് കഫൻ തുണിയാണ്. 3 കത്തും തുണിയും കുറച്ച് പഞ്ഞിയും മാത്രമല്ലാതെ വേറൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാനില്ല. ഒന്നും തന്നെ എടുത്തു കൊണ്ടുപോകാനില്ല. ഈമാൻ നിറച്ച കൽബുണ്ടോ? തൗഹീദുള്ള കൽബുണ്ടോ? അല്ലാഹു നിറച്ച കൽബുണ്ടോ? അല്ലാഹു മാത്രം കൽബുണ്ടോ? അല്ലാഹു നോക്കുന്ന കൽബുണ്ടോ? ആ കൽബ് സലാമത്തുള്ള കൽബാണ്. ആ കൽബ് നിറയെ തൗഹീദാണ്. ആ കൽബ് നിറയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു യുസബ്ബിതുല്ലാഹു ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഏതൊരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൊടി അവന്റെ ഹൃദയത്തിൽ നാട്ടിയിട്ടുണ്ടോ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവന് സ്ഥൈര്യം കൊടുക്കുമെന്നാണ്. ആരോരുമില്ലാത്ത ഖബറിൽ അല്ലാഹു അവന് സ്ഥൈര്യം കൊടുക്കുമെന്നാണ്. ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വെളിച്ചം കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവശേഷിക്കുന്ന ജീവിതം, മായ ജീവിതം, ആ ജീവിതം ജീവിക്കുമ്പോ ഖബറിൽ കിടക്കുന്നവരെ ഓർത്തുകൊണ്ട് നമ്മുടെ കൂടെ ജീവിച്ച ഒരുപാട് ആളുകൾ അവർ സുബഹ് ബാങ്ക് കൊടുക്കുമ്പോ വീട്ടിലുണ്ടായിരുന്നു, ബെഡ്റൂമിലുണ്ടായിരുന്നു. സുബഹിന്റെ ബാങ്കിന്റെ നേരത്ത് വീട്ടിലും ബെഡ്റൂമിലും ഉണ്ടായിരുന്ന ആളുകൾ വൈന്ദൽ മസായി, അതേ മഗ്രിബിന്റെ ബാങ്ക് കൊടുത്ത നേരത്ത്, അതേ മൻസാകിനിൽ ഖബരി, അവൻ ഖബറിൽ കഴിയുന്ന ആ ഖബറിലേക്ക് എടുത്തു വെക്കപ്പെട്ട അവസ്ഥയിലേക്ക് മാറിപ്പോയി എത്രയെത്രയോ ആളുകളുടെ കഥ നമുക്കറിയാം. അത് കഥ മാത്രമാണ്, നമ്മളല്ലാത്തവരെ കുറിച്ചുള്ള വർത്തമാനം മാത്രമാണെങ്കിൽ ഇനി നമ്മളെ കുറിച്ചുള്ള വർത്തമാനവും അത് തന്നെയാണ്. ഒരുപക്ഷെ ഇന്നത്തെ രാത്രി നമ്മൾ ഇവിടെ ഉണ്ടാകാം, നാളത്തെ സൂര്യോദയം കാണാൻ നമ്മൾ ഉണ്ടാകില്ലെന്ന് വരാം. നാളെ സുബഹിന് എഴുന്നേക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ മഗ്രിബിന്റെ നേരത്ത് പള്ളിക്കാട്ടിൽ 6 മണ്ണിൽ കിടക്കുന്ന അവസ്ഥയിലാവാം. അതുകൊണ്ട് തന്നെ വരാതിരിക്കുന്ന ലോകത്ത് വിജയിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ആദർശം സലാമത്തുൽ ഖൽബ്, രക്ഷപ്പെടുന്ന ആളുകൾ സ്വീകരിച്ച ആദർശം, അമ്പിയാക്കൾ ലോകത്ത് വിതരണം ചെയ്ത ആദർശം, അത് സ്വീകരിക്കാനും അത് ജനങ്ങളോട് പറയാനും അത് കുടുംബത്തെ ഉപദേശിക്കാനും അത് നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാനും. സ്വാഭാവികമായത് പറയുമ്പോ ചിലപ്പോ ഫാസിസ്റ്റുകൾ നമ്മളെ തല്ലി എന്ന് വരാം, അവർ നമ്മുടെ പൗരത്വം നിഷേധിച്ചെന്ന് വരാം, നമ്മളെ അവർ ഇല്ലാതാക്കി എന്ന് വരാം, തീക്കുണ്ടാരം ഒരുക്കി എന്ന് വരാം. മ്യാൻമറിലെയും ഫലസ്തീനിലെയും മക്കളൊക്കെ അനുഭവിക്കുന്നത് പോലെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരാം. പക്ഷെ എന്തു തന്നെ സംഭവിച്ചാലും, എന്തു തന്നെ അനുഭവിക്കേണ്ടി വന്നാലും റബ്ബിലേക്ക് മടങ്ങിയ മനസ്സുണ്ടോ, ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല പരാജയപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ വിശ്വാസത്തെയും ഈമാനിനെയും പാഴാക്കി കളയുകയില്ലെന്ന് റബ്ബ് നൽകിയ വാഗ്ദാനമാണെങ്കിൽ, വാദയാണെങ്കിൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയട്ടെ. അത് പ്രചോദനമായി ഈ സമ്മേളനം മാറട്ടെ എന്ന് പ്രത്യേകം ഉണർത്തി ഇതിനുവേണ്ടി പ്രവർത്തിച്ച, അധ്വാനിച്ച, ഈ കാലാവസ്ഥ
ഈ മഴ പെയ്യുന്ന കാലാവസ്ഥ, ഈ കാറ്റടിക്കുന്ന കാലാവസ്ഥ, ഈ കാലാവസ്ഥയാണെങ്കിലും റബ്ബിന്റെ തൗഹീദ് പറയേണ്ടത് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചതുമായി മുന്നോട്ട് പോയ മനുഷ്യര് അള്ളാഹു അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഈമാനും ഈ ഇസ്സത്തും ഇരുത്തിലും പരത്തിലും നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ കൂട്ടുകാർ, ബന്ധുജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മുസ്തഫാക്ക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസ് അവരെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും റബ്ബുൽ ആലമീനായ അല്ലാഹു പുറത്തുമാപ്പാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ ആദരിക്കുന്നവർ, ഞങ്ങൾ ബഹുമാനിക്കുന്നവർ, ഞങ്ങളുടെ ഗുണകാംക്ഷികൾ, ഞങ്ങളുടെ വീട്ടുകാർ, ഞങ്ങളുടെ അയൽവാസികൾ, അല്ലാഹുവേ, ഒരു സലാം കൊണ്ടെങ്കിലും ഞങ്ങളുമായി ഇടപെടുന്ന മുഴുവൻ ആളുകളെയും ഹിദായത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുകയും റബ്ബേ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കാണാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, അവസാന നിമിഷം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കാനും അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഏതൊരു പ്രതിസന്ധിയിലും ക്ഷമിക്കുകയും അല്ലാഹുവേ അതിന്റെ പ്രതിഫലം ഉറപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ അറിയാൻ, നിന്റെ ദീൻ അറിയാൻ, അല്ലാഹുവേ നിന്റെ റിള അറിയാൻ, അല്ലാഹുവേ നിന്റെ ബുഗ്ദ് അറിയാൻ, അല്ലാഹുവേ ആ റിളയിൽ ജീവിക്കാൻ, അല്ലാഹുവേ നിന്റെ ബുഗ്ദിൽ നിന്ന് മാറി നടക്കാൻ ആവശ്യമായ അറിവും അല്ലാഹുവേ അതിനാവശ്യമായ ഫഹമും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.